നിജോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടേ. നിജോ ഓക്കെ. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാമല്ലോ നിജോയ്ക്ക്. നമ്മൾ ഇന്ന് വെബ്സൈറ്റ് അനാലിസിസിനകത്തുള്ള ഒരു അടുത്ത സ്റ്റേജിലേക്കാണ് പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഗൂഗിൾ വിസിബിലിറ്റി നോക്കാനും പേജ് അതോറിറ്റി നോക്കാനും ഡൊമൈൻ അതോറിറ്റി നോക്കാനും സൈറ്റിൻ്റെ ഏജ് നോക്കാനും ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നിപ്പം ആദ്യം ചർച്ച ചെയ്യുന്നത് ട്രാഫിക് റാങ്കിങ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ട്രാഫിക് റാങ്കിങ് ഇപ്പം നിലവിലില്ല. ആമസോൺ എന്നുള്ള കമ്പനിയുടെ ഒരു അനാലിസിസ് ടൂൾ ഉണ്ടായിരുന്നു, Alexa.com. അത് ഉപയോഗിച്ച് നമുക്ക് ട്രാഫിക് റാങ്കിങ് നോക്കാൻ പറ്റിയിരുന്നു. ട്രാഫിക് റാങ്കിങ് രണ്ട് രീതിയിൽ Alexa.com കാണിച്ചിരുന്നു. ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ് എന്നും റീജിയണൽ ട്രാഫിക് റാങ്കിങ് എന്നും. എന്താണ് ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റുകളെയും അതിന് കിട്ടുന്ന വിസിറ്റിൻ്റെയും ഇൻട്രാക്ഷൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിസിറ്റും ഇൻട്രാക്ഷനും കിട്ടുന്ന വെബ്സൈറ്റിന് ഏറ്റവും ടോപ്പിലും അടുത്ത് അതിനേക്കാളും കുറച്ച് കിട്ടുന്ന വെബ്സൈറ്റിന് രണ്ടാമതും അങ്ങനെ നമ്മൾ നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ് എത്രയാണോ അത് അത്രാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ സോഫ്റ്റ്ലൂം എന്നുള്ള വെബ്സൈറ്റിൻ്റെ ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ് 10 ലക്ഷമാണെന്ന് വെച്ചോ. ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റുകളെയും അതിന് കിട്ടുന്ന വിസിറ്റിൻ്റെ എണ്ണത്തിൻ്റെയും ഇൻട്രാക്ഷൻ്റെയും അടിസ്ഥാനത്തിൽ 1, 2, 3 എന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്ലൂം 10 ലക്ഷത്തിൽ അത്രാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു എന്നാണ് ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ്ങിൻ്റെ അർത്ഥം. എന്നാൽ റീജിയണൽ ട്രാഫിക് റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിന് പർട്ടിക്കുലർലി ഏതെങ്കിലും കൺട്രി റീജിയൻസിൽ കൂടുതൽ വിസിറ്റും ഇൻട്രാക്ഷനും കിട്ടുമ്പോൾ നമുക്ക് റീജിയണൽ റാങ്കിങ്ങുകൾ നിലവിൽ വരും. ഇപ്പോൾ സോഫ്റ്റ്ലൂമിൻ്റെ ടോട്ടൽ വിസിറ്റിൻ്റെ ഒരു 80-90% വിസിറ്റും ഇന്ത്യയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഓട്ടോമാറ്റിക്കായിട്ട് റീജിയണൽ ട്രാഫിക് റാങ്കിങ് വരും. റീജിയണൽ ട്രാഫിക് റാങ്കിങ്ങിൽ നമുക്ക് ഒരു 8000 ചില്ലുവാനാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏത് റീജിയണൽ ട്രാഫിക് റാങ്കിങ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ കൺട്രിയിലുള്ള ടോട്ടൽ വിസിറ്റുകളെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 8000 ഇത്രാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് Alexa.com. ഈ Alexa.comന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരുപാട് വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരും റെഗുലറായിട്ട് വെബ്സൈറ്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ടൂൾ കൂടി ആയിരുന്നു Alexa.com. ഇത് ഏത് കമ്പനിയുടെ ടൂളായിരുന്നു? ആമസോൺ എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് അനാലിസിസ് ടൂളായിരുന്നു അലക്സ. അവിടെ ട്രാഫിക് റാങ്കിങ് കൂടെ അല്ലാതെ ട്രാഫിക് റാങ്കിങ്ങിൻ്റെ കാണിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള കാരണം ഡെയിലി ഇത് ചേഞ്ച് ചെയ്യും. ട്രാഫിക് റാങ്കിങ് ഡെയിലി ചേഞ്ച്. ഉദാഹരണത്തിന് sunny.com എന്നുള്ള വെബ്സൈറ്റ് ഇന്ന് ട്രാഫിക് റാങ്കിങ് 90 ലക്ഷത്തി ഇത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഗ്ലോബലി എല്ലാ വെബ്സൈറ്റുകളെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 90 ലക്ഷത്തി ഇത്രാമത്തെ സ്ഥാനത്താണ് സണ്ണി ഉള്ളത് എന്നാണ്. എന്നാൽ സണ്ണിയുടെ വെബ്സൈറ്റിനകത്ത് വീണ്ടും വിസിറ്റും ഇൻട്രാക്ഷനും ഒക്കെ കിട്ടുന്നത് കൂടി വരികയാണെങ്കിൽ നാളെ അതിൻ്റെ ട്രാഫിക് റാങ്കിങ് മെച്ചപ്പെടാം, മറ്റൊന്ന് അതിനേക്കാളും മെച്ചപ്പെടാം. ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് 80 ലക്ഷത്തിനകത്തേക്ക് വരാം. കുറേ ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ 70 ലക്ഷത്തിലേക്ക് വരും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നത് നമുക്ക് തന്നെ ട്രാഫിക് റാങ്കിങ് നോക്കി അറിയാൻ പറ്റും. എന്നാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ 75 ലക്ഷമായിരുന്നത് പെട്ടെന്ന് 80 ലക്ഷത്തിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു ഇടിച്ചിലുണ്ടാകുന്ന രീതിയിൽ സണ്ണിയുടെ വെബ്സൈറ്റിനകത്ത് എന്തോ പറ്റിയിട്ടുണ്ട്. വരുന്ന വിസിറ്റേഴ്സിന് പെട്ടെന്ന് വെബ്സൈറ്റ് ലോഡായി കിട്ടിയില്ല, നമ്മൾ സർവറിന് എന്തെങ്കിലും പ്രശ്നം പറ്റി, വെബ് പേജ് കൃത്യമായിട്ട് ലോഡായി കിട്ടിയില്ല, വന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് വെച്ചിട്ട് പോയി, ബൗൺസായി, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ട്രാഫിക് റാങ്കിങ് ഇങ്ങനെ താഴുകയും ചെയ്യും. ട്രാഫിക് റാങ്കിങ് താഴുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 90 ലക്ഷത്തിൽ നിന്ന് 80 ലക്ഷത്തിലോട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്ചപ്പെടുന്നതെന്നും 80 ലക്ഷത്തിൽ നിന്ന് 90 ലക്ഷത്തിലോട്ട് പോകണമെങ്കിൽ മോശപ്പെടുമെന്നാണ് എൻ്റെ അർത്ഥം. റാങ്കിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ക്ലാസ്സിൽ 30 പിള്ളേരുണ്ടെങ്കിൽ 1ാം നമ്പർ റാങ്ക് കിട്ടിക്കുന്ന ആളായിരിക്കും ഏറ്റവും പഠിക്കണം അല്ലേ, 30ാമത്തെ റാങ്ക് കിട്ടിക്കുന്ന ആളായിരിക്കും ഏറ്റവും കുറച്ച് മാർക്ക് മേടിച്ചിരിക്കണം ഇല്ലേ? അങ്ങനെയാണ് എൻ്റെ കണക്ക്. അല്ലാതെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ 30 പിള്ളേരിൽ ഞാൻ 30ാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുതല്ല, ഏറ്റവും താഴ്ന്നതാണ്. അതുപോലെ റാങ്കിങ്ങിലും അങ്ങനെ തന്നെ 1ാം റാങ്കിൽ നിൽക്കുന്ന സൈറ്റ് ഗൂഗിളാണ്. ഒരു പ്രാവശ്യം മാത്രമേ നമ്മുടെ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഒരു 10-15 വർഷത്തിനിടയ്ക്ക് 2010 മാത്രമേ ഫേസ്ബുക്ക് ഒരു സുപ്രഭാതത്തിൽ 2 മാസത്തോളം ട്രാഫിക് നമ്പർ 1 വന്നു, 1ാം നമ്പറിലോട്ട് വന്നു, ഒരു സമയത്ത് മാത്രം. അത് കഴിഞ്ഞിട്ട് പോയ പോക്കാണ്. ഇപ്പം 2ാം റാങ്കിൽ നിൽക്കുന്നത്, 1ാം റാങ്കിൽ നിൽക്കുന്നത് ഗൂഗിൾ തന്നെയാണ്, 2ാം റാങ്കിൽ നിൽക്കുന്നത് യൂട്യൂബാണ്. അതും കഴിഞ്ഞിട്ടൊക്കെ ഫേസ്ബുക്കും ബാക്കി വെബ്സൈറ്റുകളൊക്കെ ഉള്ളൂ. പിന്നെ അന്ന് രാജാക്കന്മാരായിട്ട് വിലസിയിരുന്ന സൈറ്റുകളുണ്ട്. യാഹു ഒക്കെ ഒരുപാട് വർഷക്കാലം 1ാം നമ്പറിൽ നിന്നാണ്, ഇപ്പം അത് ഫീച്ചറിലേ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം ട്രാഫിക് റാങ്കിങ് നോക്കുന്ന ഈ Alexa.com എന്നുള്ള സൈറ്റിൻ്റെ പ്രത്യേകത വെബ്സൈറ്റിൻ്റെ ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ്, റീജിയണൽ ട്രാഫിക് റാങ്കിങ്, വെബ്സൈറ്റിലേക്ക് എത്ര ലിങ്ക്സ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ചെറിയ റേറ്റ് ഒക്കെ കിട്ടും. എത്ര വെബ്സൈറ്റുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് വരുന്നുണ്ട്, അതിലൊരു 4-5 ലിങ്കുകളെയൊക്കെ നമുക്ക് ഫ്രീ ടൂളിനകത്ത് നിന്ന് അറിയാൻ പറ്റിയിരുന്നു. അലക്സ തന്നെ പെയ്ഡും ഉണ്ടായിരുന്നു. $8 $9 വെച്ച് മന്ത്ലി പേ ചെയ്ത് അലക്സയുടെ അനാലിസിസ് എടുക്കുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 2022 ഏപ്രിൽ മാസത്തോടു കൂടി അലക്സ ട്രാഫിക് റാങ്കിങ് അവർ സ്റ്റോപ്പ് ചെയ്തു. പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിരുന്ന ആൾക്കാരും ഒക്കെ കുറച്ച് നാൾ വരെ മുമ്പോട്ട് പോയി. പിന്നെ
എല്ലാം സ്റ്റോപ്പായി. ഒരു വർഷത്തിന് മുമ്പേ അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നു. ഇപ്പം ടൂൾ ഇല്ല. അവിടെ നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന വിസിറ്റിന്റെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, വരുന്ന വിസിറ്റേഴ്സിന്റെ ട്രാഫിക് സോഴ്സുകൾ, എത്ര ശതമാനം ഓർഗാനിക് ആയിട്ട് വരുന്നു, എത്ര ശതമാനം സോഷ്യൽ മീഡിയ വഴി വരുന്നു, ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. നമ്മുടെ വെബ്സൈറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വിസിറ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കീവേഡുകളുടെ എണ്ണം, നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സിമിലർ ടൈപ്പ് ഓഫ് വെബ്സൈറ്റുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ടൂൾ കൂടിയായിരുന്നു അലക്സ. അതായത് ആദ്യകാലത്തെ ട്രാഫിക് റാങ്കിങ് മാത്രമേ, പക്ഷെ നമുക്ക് ഒരു സ്കെയിലിംഗ് ഫാക്ടർ നോക്കാൻ പറ്റിയ ഒരു ടൂളായിരുന്നു. നമ്മളിപ്പം ട്രാഫിക് റാങ്കിങ് സണ്ണി ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. തുടക്ക സമയത്ത് തന്നെ ട്രാഫിക് റാങ്കിങ് ഇല്ലായിരുന്നു. ഒരു 10 ദിവസം വർക്ക് ചെയ്തപ്പോൾ അതൊരു 1 കോടി ഇത്രയ്ക്കകത്തായി, അല്ലെങ്കിൽ ഒരു മാസം വർക്ക് ചെയ്തപ്പോൾ അത് 90 ലക്ഷത്തിനകത്തായി. ഇറ്റ്സ് ഇംപ്രൂവ്മെന്റ്. അപ്പോൾ നമുക്കത് കാണിക്കാം. എന്നാൽ 2 മാസം കൃത്യമായിട്ട് വർക്ക് ചെയ്തപ്പം അതിന്റെ ട്രാഫിക് റാങ്കിങ് 90 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷത്തിലോട്ടൊക്കെ താന്നു, 40 ലക്ഷത്തിലോട്ട് താന്നു, 10 ലക്ഷത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഇംപ്രൂവ്മെന്റ് ആണ് കാണിച്ചത്. അവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളെ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ക്ലയന്റിന് കൊടുക്കുമ്പോഴോ, കസ്റ്റമറിന് റിപ്പോർട്ട് ചെയ്യുമ്പോഴോ, ക്ലയന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോഴോ നമുക്ക് ട്രാഫിക് റാങ്കിങ് ഇംപ്രൂവ്മെന്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ വെച്ച് കാണിക്കും. കേസ് സ്റ്റഡി. പണ്ടൊക്കെ UK നിന്നും ഓസ്ട്രേലിയ നിന്നൊക്കെ എൻക്വയറി നടത്തുന്ന ആൾക്കാർ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളെ വെബ്സൈറ്റിന്റെ ട്രാഫിക് റാങ്കിങ് ഇപ്പൊ ഇത്ര ലക്ഷമാണ്, ഇത് ഇത്ര ആക്കാൻ എത്ര രൂപയാകും എന്നൊക്കെയാണ് ചോദിക്കുക. ഭയങ്കര രസകരമായിട്ടുള്ള സമയമായിരുന്നു അത്. ചില കമ്പനിയിൽ നിന്നൊക്കെ UK നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് അവർ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിന്റെ SEO ചെയ്യണം, അതിനെ പ്രൊമോഷൻ ചെയ്യണം, അതിന്റെ ട്രാഫിക് റാങ്കിങ് ഇപ്പം 30 ലക്ഷമാണ്, അതൊരു 10 ലക്ഷത്തിന് താഴെ ആക്കി കൊടുക്കാൻ എത്ര രൂപ ആകും എന്നൊക്കെ ആയിരിക്കും അവർ ചോദിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ വർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. 2-3 മാസം കൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് 10 ലക്ഷത്തിന് താഴെ കൊണ്ടുവരാൻ പറ്റും. അന്ന് ഇതേ സംഗതി ചെയ്യാനായിട്ട് അവിടെയുള്ള കമ്പനികൾ ഈടാക്കുന്ന നല്ല കോസ്റ്റ് ആണ് വരിക. അപ്പൊ ഇതെടുക്കുന്ന ആൾക്കാർ, നമ്മളെ കമ്പനിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഈ വർക്ക് എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മളത് ചോദിക്കും, എത്ര മാസം കൊണ്ട് നമുക്ക് 10 ലക്ഷത്തിന് താഴെ ആക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രപ്പോസലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് റെഡിയാക്കുന്നതായിരുന്നു അന്നത്തെ പരിപാടി. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനം ആയിരുന്നു അന്ന്. പിന്നീടാണ് ഇത് മാറി ഇപ്പൊ ഒരുപാട് അനാലിസിസ് ടൂളുണ്ട്. ഇവിടെ നമുക്ക് അലക്സയുടെ ടൂള് വെറുതെ ട്രാഫിക് റാങ്കിങ് നോക്കുന്നതല്ലാതെ ഒരു മിനി സൈറ്റ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളായിട്ടാണ് നമുക്ക് അലക്സയെ കാണാൻ പറ്റിയത്. അവിടെ എന്തൊക്കെയുണ്ട്, നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്ക്സ്, ഇത്ര വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് വരുന്നുണ്ട്, അതിൽ 4-5 ലിങ്ക് അറിയാൻ പറ്റും. നമ്മളെ വെബ്സൈറ്റിന്റെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, ഉദാഹരണത്തിന് നമ്മളെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ്, വീടുകളിൽ നിന്നാണോ, ഓഫീസുകളിൽ നിന്നാണോ, സ്കൂളിൽ നിന്നാണോ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഡീറ്റെയിൽസ്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് മെയിനായിട്ട് നമ്മളെ വെബ്സൈറ്റിലേക്ക് വരാറുള്ളത്, ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ അലക്സയ്ക്കകത്ത് അറിയാൻ പറ്റിയിരുന്നു. പ്രധാനപ്പെട്ട കുറച്ച് കീവേഡുകൾ, ഓർഗാനിക് ആയിട്ട് നമുക്ക് വിസിബിലിറ്റി കൊണ്ടുവരുന്ന കീവേഡുകൾ, നമ്മൾ തന്നെ സിമിലർ സൈറ്റുകൾ, കമ്പയർ ചെയ്യുന്ന വെബ്സൈറ്റുകൾ, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയിരുന്ന സൈറ്റ് കൂടിയാണ് അലക്സ ആയിരുന്നത്. അവിടെ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മൾ കോമ്പറ്റീറ്റർ ആണ്, ഓക്കെ അഞ്ചിനോട് കോമ്പറ്റീറ്റർ ആണ് സണ്ണി എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ sunny.com-നെ നമ്മൾ അനലൈസ് ചെയ്ത് സണ്ണിക്ക് കൂടുതൽ വിസിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കീവേഡ് ഏതാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ കുറെ ഗുണങ്ങളും അലക്സ വഴി നമുക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഒരു മിനി സൈറ്റ് ഓഡിറ്റ് സൈറ്റ് ആയിരുന്നു, ടൂൾ ആയിരുന്നു Alexa.com. പ്രൊവൈഡ് ചെയ്യുന്നത് ആമസോൺ ആണ്. ചിലപ്പം ഇപ്പം അത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് എന്ത് പ്രാധാന്യം ഉണ്ടെന്ന് അറിയത്തില്ല. മുമ്പൊക്കെ ചില കമ്പനിയിലൊക്കെ ഇന്റർവ്യൂ ചെല്ലുമ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കും, അലക്സ ഏത് കമ്പനിയുടെ ടൂളാണെന്ന് ചോദിച്ചിട്ടുള്ള ചരിത്രത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ചില ആൾക്കാർ പറയാതെയൊക്കെ വരും. അത് നമ്മൾ പഠിപ്പിച്ചൊക്കെയാണ് വിടാറ്, പക്ഷെ ആ സമയത്ത് അവർക്കത് ഓർമ്മിക്കണമെന്നില്ല. ആമസോണിന്റെ ടൂളാണ്. ഇനി ആ ക്വസ്റ്റ്യൻ ചോദിച്ചുവിടുന്നില്ല കേട്ടോ, ഇപ്പം ടൂളില്ല. ഇനി നമുക്ക് ഇതുപോലെ സൈറ്റ് ഓഡിറ്റിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്റ് പഠിക്കാൻ പറ്റുന്ന ടൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഊറാങ്ക്. ഇനി ഊറാങ്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ അലക്സ ട്രാഫിക് റാങ്കിങ് അനലൈസിസും പേജ് റാങ്കും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതുപോലെ പേജ് റാങ്കും ഗൂഗിളിന്റെ പേജ് റാങ്കും മോസ് കൊടുക്കുന്ന പേജ് അതോറിറ്റി, ഡൊമൈൻ അതോറിറ്റി പോലുള്ള സംഗതികളും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പേജ് റാങ്ക് ഉണ്ടായിരുന്നപ്പോൾ ഒരു വർഷത്തിൽ 4 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെയാണ് ആദ്യം ഗൂഗിൾ അത് അപ്ഡേറ്റ് ചെയ്തിരുന്നത്. അപ്പം അഞ്ജന ഒരു 10-15 വർഷം മുമ്പൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു 20 വർഷം 15 വർഷം മുമ്പൊക്കെയാണ് SEO ആയിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനികൾ എടുത്തു ചോദിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ പേജ് റാങ്ക് മാറിയോ, കൂടിയോ, ഇമ്പ്രൂവ് ചെയ്തോ എന്നുള്ളത്. പക്ഷെ ഇതിന്റെ സംഗതി ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യമൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3-4 മാസം കഴിഞ്ഞേ അതിന് പേജ് റാങ്ക് ഇമ്പ്രൂവ് ചെയ്തോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു ഡിലേ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് വർഷത്തിൽ 3 പ്രാവശ്യമായി, പിന്നെ വർഷത്തിൽ 2 വർഷമായി, 2 പ്രാവശ്യമായി. 2013 ഗൂഗിൾ പേജ് റാങ്ക് അപ്ഡേഷൻ ലാസ്റ്റ് നടത്തിയത് ഡിസംബർ 6-നാണ്. അതിനു മുമ്പേ 2013 ഡിസംബർ 6-നാണ്. അതേ വർഷം 2013 ഫെബ്രുവരി 4-നാണ് അതിനു മുമ്പേ ഒരു പ്രാവശ്യം പേജ് റാങ്ക് അപ്ഡേഷൻ നടത്തിയത്. ഈ 2 അപ്ഡേഷൻ നടത്തിയതിനു ശേഷം ഗൂഗിൾ പേജ് റാങ്ക് അപ്ഡേഷൻ നടത്തിയിട്ടേ ഇല്ല. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ 2019 ഈ പേജ് റാങ്ക് എന്നുള്ള സംഗതി ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ ഒന്നുകിൽ അവർ ഹൈഡ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു.
അതുവരെ നമുക്ക് ഗൂഗിൾ ക്രോമിനകത്ത് എന്താ പേജ് റാങ്കിന്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏത് പേജിന്റെയും പേജ് റാങ്ക് അറിയാൻ പറ്റിയിരുന്നു. ഇപ്പൊ അതും അറിയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഗൂഗിൾ മാറ്റി. എന്നാൽ ഇതേപോലെ നമുക്ക് നമ്മളെ വെബ്സൈറ്റിന്റെ ഇംപ്രൂവ്മെന്റ്സ് നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പേജ് അതോറിറ്റി ആൻഡ് ഡൊമൈൻ അതോറിറ്റി, ഒരു സ്കെയിലിംഗ് ഫാക്ടർ എന്നുള്ള നിലയ്ക്ക്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതുപോലെ വർഷത്തിൽ 3 പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ കാത്തിരിക്കേണ്ട വരത്തില്ല. എല്ലാ മാസവും അപ്ഡേറ്റ് ചെയ്യുമെന്നുള്ളതാണ് പേജ് അതോറിറ്റിയുടെയും ഡൊമൈൻ അതോറിറ്റിയുടെയും ഒരു അട്രാക്ഷൻ. അപ്പോൾ ഓരോ മാസവും നമ്മൾ ചെയ്യുന്നതിന്റെ വർക്കിന്റെ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ഓരോ മാസവും അളന്ന് പോകാം. 5 വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം അതിന്റെ പേജ് അതോറിറ്റി 0 ആയിരുന്നു. ഒരു മാസം വർക്ക് ചെയ്തപ്പം പേജ് അതോറിറ്റി 5 ആയി. അപ്പോൾ 5 മാർക്കിന്റെ ഇംപ്രൂവ്മെന്റ് നമ്മൾ ഉണ്ടാക്കി. അടുത്തൊരു മാസം കഴിഞ്ഞപ്പോൾ അത് 10 ആയി, അല്ലെങ്കിൽ 12 ആയി. അങ്ങനെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കി. 4 മാസം കഴിഞ്ഞപ്പോൾ അത് പേജ് 100ൽ 20 മാർക്കായി. അങ്ങനെ ഇംപ്രൂവ്മെന്റ് നമുക്ക് കണ്ടുപോകാം, ഇല്ലേ? നമ്മളെ വർക്കിന്റെ ഇംപ്രൂവ്മെന്റ് നമുക്ക് മോസിന്റെ പേജ് അതോറിറ്റി, ഡൊമൈൻ അതോറിറ്റി, അത് എല്ലാ മാസവും അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിന് അത്ര പ്രത്യേകത ഉണ്ട്. എന്നാൽ അതിനെ നമ്മൾ ട്രാഫിക് റാങ്കിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അട്രാക്ട് ചെയ്ത സംഗതിയാണ് ട്രാഫിക് റാങ്കിങ് നോക്കുന്ന അലക്സ ടൂൾ ബാർ. ഇതിന്റെ ഒരു അട്രാക്ഷൻ ഇത് എന്നും അപ്ഡേറ്റ് ആവും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇന്നലെ നമ്മളെ ട്രാഫിക് റാങ്കിങ് 10,301 ആണ്. ഇന്ന് അത് 9,991 ആയിരിക്കുകയാണ്. ഇത്രയും വ്യത്യാസം നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ആയി എന്നുള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റും. ഇമ്പ്രൂവ്മെന്റ് ആവുന്നത് പോലെ ഇടിവും ഉണ്ടാകാറുണ്ട്. ചില വീക്കെൻഡിലൊക്കെ ഇടിവ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് വീക്കെൻഡിൽ ഒരുപാട് വിസിറ്റ് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം റിഫ്ലക്ട് ചെയ്ത ട്രാഫിക് റാങ്കിങ്ങിനകത്ത് ഇടിവായിരിക്കും ഉണ്ടാവുക. ഈ 10,300 ഉണ്ടായിരുന്ന ചിലപ്പോൾ 11,000 പോയി കിടക്കണതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിഞ്ഞെന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ നമുക്ക് ഡെയിലി വിലയിരുത്തി പോകാൻ പറ്റുന്ന ഒരു സംഗതി ആയിരുന്നു അലക്സ ട്രാഫിക് റാങ്കിങ്. അപ്പോൾ ഡെയിലി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ നമ്മൾക്ക് അലക്സ എന്ന് പറയുന്ന ടൂളിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ട്രാഫിക് റാങ്കിങ് നോക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു മിനി സൈറ്റ് ഓഡിറ്റ് നടത്താൻ പറ്റും അലക്സ വെച്ചുകൊണ്ട്. എന്നാൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് വെബ്സൈറ്റിന്റെ ഓഡിറ്റ് നടത്താൻ പറ്റുന്ന ഒരു സൈറ്റാണ് oorank.com. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. oorank.com ഇതാണ് സൈറ്റ്. ഈ സൈറ്റിന്റെ oorank.com എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ വെബ്സൈറ്റിന്റെ അഡ്രസ് അടിച്ചു കൊടുക്കുക. നിജോയ്ക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? നിജോ കാണാം. ഓക്കെ, ഇവിടെ നമ്മൾ വെബ്സൈറ്റിന്റെ അഡ്രസ് അടിച്ചു കൊടുത്ത് നോക്കാം. ഉദാഹരണത്തിന് നമ്മളിപ്പം ChatGPT URL അടിച്ചു കൊടുത്ത് നോക്കാം. എന്ത് പറയണം നോക്കട്ടെ. അനലൈസ് ചെയ്യാൻ പറ്റില്ലെന്നായിരിക്കും പറയാം. ChatGPT URL ആണ് അടിച്ചു കൊടുത്തത്. അനലൈസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് ചില സൈറ്റുകളൊന്നും അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ടൂൾ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം AI ടൂളാണ്. ലോഗിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വേറൊരു സൈറ്റ് അടിച്ചു നോക്കാം. നമുക്ക് seorooms.com എന്താ മോനെ? അതാണ് ഇനി പഠിപ്പിക്കാൻ പോണ. നമുക്ക് ഇവിടെ അഡ്രസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് സൈറ്റ് സ്കോർ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മളെ വെബ്സൈറ്റിനെ ചെക്ക് ചെയ്തിട്ട് കാണിക്കും. ഇതുപോലെ കുറച്ച് സമയം എടുത്ത് നമ്മളെ വെബ്സൈറ്റിനെ ചെക്ക് ചെയ്ത് കാണിക്കും. ഇതിന്റെ പ്രത്യേകത, നമ്മൾ പെയ്ഡ് ടൂൾ ആണെങ്കിൽ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് റിപ്പോർട്ട് oorankനകത്ത് ഇപ്പൊ കാണിക്കുന്നുള്ളൂ. ഇടയ്ക്കൊരു 3-4 വർഷം മുമ്പ് വരെ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ ഒരു വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യാം, ഫ്രീ ആയിട്ട് അനലൈസ് ചെയ്യാം. അതിന്റെ ഫുൾ റിപ്പോർട്ടും കാണിക്കുമായിരുന്നു. ഫുൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 1-2 ഏരിയാസ് പോയിട്ട് ബാക്കിയെല്ലാം ഫ്രീ ഓപ്ഷനകത്ത് കാണിക്കുമായിരുന്നു. പിന്നെ അവരെന്താക്കി, വെബ്സൈറ്റിനകത്ത് അനലൈസ് ചെയ്യുന്നത് ഫുള്ള് പെയ്ഡ് ആക്കി. അപ്പോൾ നമ്മൾ ബേസിക് അനാലിസിസിനകത്ത് ഇത്ര ഡീറ്റെയിൽസ് കാണിച്ചിട്ട് പിന്നെ സൈനപ്പ് ചെയ്താലേ കാണിക്കുള്ളൂ. 82 ഘടകം, ഇപ്പൊ 3 ഘടകങ്ങൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. ബാക്കി 82 ഘടകങ്ങൾ കാണണമെങ്കിൽ നമ്മൾ അവരുടെ പെയ്ഡ് വെർഷൻ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുക. അപ്പൊ നമ്മൾ പെയ്ഡ് വെർഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള ബാക്കി 82 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യാൻ പാകത്തിന് നമുക്ക് പ്ലഗിൻസ് ഉപയോഗിക്കാൻ പറ്റും. പ്ലഗിൻസ് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് oorank പോലെയുള്ള പ്ലഗിൻസ് നമ്മളെ ബ്രൗസറിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ബ്രൗസറിനകത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലഗിൻ കാണിക്കും. അപ്പോൾ SEOzooms ഇവിടെ ഓപ്പൺ ആക്കി. ഇതാണ് പ്ലഗിൻ. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ബട്ടൺ ഇൻസ്റ്റാൾ ചെയ്തില്ലേ, അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യും. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ oorankന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, SEOzooms ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷനിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്. കണ്ടോ, 53 ആണ്, നമ്മുടെ 100ൽ 53 ആണ്. ഇപ്പം അനലൈസ് ചെയ്ത റിപ്പോർട്ടാണ് ഫെബ്രുവരി 27 11:47 AM അല്ലേ, 1 മിനിറ്റ് മുമ്പേ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. ഇവിടെ 100ൽ 53 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ. പിന്നെ ടൈറ്റിലിന്റെ കാര്യം പറയുന്നുണ്ട്, മെറ്റാ ഡിസ്ക്രിപ്ഷന്റെ കാര്യം പറയുന്നുണ്ട്, പ്രിവ്യൂ കാണിക്കുന്നു, നമ്മൾ ഗൂഗിളിനകത്തുള്ള പ്രിവ്യൂ കാണിക്കുന്നുണ്ട്, H1 H2 പോലുള്ള സംഗതി കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ നമ്മൾ പേജിനകത്തുള്ള കണ്ടന്റ് അനാലിസിസ് അകത്ത് നമ്മൾ ഇത് പെയ്ഡ് അല്ല. ഇത് നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റാൾ ചെയ്യണത് ക്രോം ആണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ആഡ് ഓൺസ് ഫോർ ക്രോം എന്ന് സെർച്ച് ചെയ്യാം.
ഉദാഹരണത്തിന് ക്രോം വെബ്സൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ എടുക്കുക, ആഡ് ഓൺസ് ഫോർ ക്രോം, ആഡ് ഓൺസ് ഫോർ ക്രോം എന്ന് സെർച്ച് ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് ഈ ക്രോമിൻ്റെ വെബ് സ്റ്റോർ എടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഊറാങ്ക് എന്ന് സെർച്ച് ചെയ്യുക. ഊറാങ്ക് കണ്ടാ. അപ്പം SEO അനാലിസിസ് ഊറാങ്ക് എന്നുള്ള സാധനം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുമ്പം ആൾറെഡി ഞാനിത് ഈ പ്ലഗിനായിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് റിമൂവ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ആണ് കാണിക്കുക. ഇനി ഞാൻ ഇതേ സംഗതി നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന എഡ്ജാണിത്. അപ്പോൾ എഡ്ജിനകത്ത് ഇത് ഉപയോഗിക്കുമ്പം ഗൂഗിൾ എടുക്കുക, ആഡ് ഓൺസ് ഫോർ എഡ്ജ് എന്ന് കൊടുക്കുക. ആഡ് ഓൺസ് ഫോർ എഡ്ജ്, ആഡ് ഓൺസ് ഫോർ എഡ്ജ്. അപ്പം എഡ്ജിനകത്ത് എക്സ്റ്റൻഷനൊക്കെ ആഡ് ചെയ്യാനുള്ള സംഗതി ഉണ്ടായി കണ്ടോ. എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാനുള്ള സംഗതികൾ ഉണ്ടാക്കാം. എഡ്ജ് ആഡ് ഓൺസ് അതിനകത്തേക്ക് പോവുക. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഊറാങ്ക് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സെർച്ച് കൊടുക്കുക. SEO ഗ്രൂപ്പ് ബൈ, അപ്പോൾ വേറെ പ്ലഗിൻസാണ് അവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് SEO എന്ന് മാത്രം സെർച്ച് ചെയ്ത് നോക്കുക. ചിലപ്പം താഴെ എവിടെയെങ്കിലും നോക്കുമ്പോൾ ഊറാങ്ക് കാണിക്കുന്നുണ്ടാവും. SEO റിവ്യൂ ഫോർ, ഇതൊക്കെ വേറെ വേറെ സംഗതികളാണ് കേട്ടോ. ഊറാങ്കിൻ്റെ പ്ലഗിൻസ് ഇതിനകത്ത് അവൈലബിൾ അല്ല. ഷോ മോർ റിസൾട്ട് ക്ലിക്ക് ചെയ്തു. ഊറാങ്ക് ഇതിനകത്ത് അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇത് അവൈലബിൾ അല്ലാതിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ചിലപ്പം എഡ്ജിൻ്റെ അല്ലെങ്കിൽ ഊറാങ്കിൻ്റെ ഇപ്പോഴത്തെ വേർഷൻ ഈ എഡ്ജിന് കമ്പാറ്റബിൾ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഈ മൈക്രോസോഫ്റ്റ് കാര്യമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേറെ പ്ലഗിൻസ് ഉണ്ടാക്കും, അവർക്കായിരിക്കും കൂടുതൽ പരിഗണന. അപ്പോൾ SEO ഡോക്ടർ എന്ന സാധനം കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോം എടുത്തു കഴിഞ്ഞാൽ ഏത് വെബ്സൈറ്റിനാണോ അനലൈസ് ചെയ്യേണ്ടത് വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതി ഉണ്ടാവും. ഇവിടെ ഒരു ടിക്ക് ഉണ്ടാവും. ഈ ടിക്കിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളെ അനാലിസിസ് തയ്യാറായിട്ട് ഇതിനകത്ത് ഡീറ്റെയിൽസ് കാണിക്കും. ഇനി ഈ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽസിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ, അത് നമുക്കറിയാം. നമ്മൾ ടൈറ്റിൽ പേജ് എടുത്തു കഴിഞ്ഞാൽ, സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ്റെ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ 275 പിക്സലേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. നീളം കുറഞ്ഞ്, നമുക്കറിയാം മെറ്റാ ഡിസ്ക്രിപ്ഷൻ നീളം കുറഞ്ഞു പോയാലും അത് ഇഷ്യൂ ആയിട്ട് കാണിക്കും, നീളം കൂടിപ്പോയാലും കാണിക്കും. ടു ലെങ്തി എന്നൊക്കെ എഴുതി കാണിക്കും. പ്രിവ്യൂ, നമ്മളെ പേജിൻ്റെ പ്രിവ്യൂയുടെ ഒരു സ്നിപ്പറ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. യോസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണമല്ല, യോസ്റ്റ് വെച്ച് ചെയ്തത് അനലൈസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പം നമ്മൾ വെബ്സൈറ്റിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനാണ് ഈ ടൂൾ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ എന്തിൻ്റെ ഭാഗമാണ്, നമ്മൾ SEO ചെയ്യുന്നതിന് മുമ്പേ വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യാൻ ഈ ടൂൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ SEO സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിനെ അനലൈസ് ചെയ്ത് നോക്കാനും ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ഡിഫക്ട്സ് ഇതിനകത്തുണ്ടെങ്കിൽ നമ്മൾ നോക്കിയും കണ്ടു വേണം വർക്ക് എടുക്കാൻ. ഒരു 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ മന്ത്ലി കിട്ടുമെന്ന് പറഞ്ഞ് ചാടി വീണ വർക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ഒറ്റയടിക്ക് നമുക്ക് നോക്കാൻ ഈ ടൂൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഊറാങ്കിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രിവ്യൂ, സ്നിപ്പറ്റിൻ്റെ പ്രിവ്യൂ കാണിക്കും, ഹെഡിങ് കാണിക്കും, എത്ര H1 ഉണ്ട്, H2 ഉണ്ട്. തൊട്ട് താഴെ കണ്ടന്റ് അനാലിസിസിനകത്ത് നമ്മൾ ഈ അനലൈസ് ചെയ്ത പേജിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടന്റുകൾക്കുള്ളിൽ വന്നിരിക്കുന്ന കീവേഡുകൾ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഇവിടെ കോർ വെബ് വൈറ്റൽസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇവിടെ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കീവേഡുകൾ കോർ വെബ് വൈറ്റലാണെന്ന് തോന്നുന്നു. ഇവിടെ 8 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇല്ലേ. പിന്നെ ലോക്കൽ SEO സർവീസ് 7 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ 6 പ്രാവശ്യം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വന്നിട്ടുണ്ട്. പിന്നെ 5 പ്രാവശ്യം വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഒരു പേജിനെയോ നമ്മളൊരു ഹോം പേജിനെയോ ഇതുപോലെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള കീവേഡുകളാണോ അവിടെ കാണിക്കുന്നത്, നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് ആണോ ഒക്കർ ചെയ്യുന്നത്, കീവേഡുകളുടെ ഒക്കറൻസ് ഒക്കെ നോക്കുമ്പോൾ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വാക്കുകളാണ് അവിടെ വന്നിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന പിക്ചർ. തൊട്ട് താഴെ നമ്മളെ വെബ്സൈറ്റിനകത്ത് ഇപ്പം അനലൈസ് ചെയ്ത പേജിനകത്ത് ഏതെങ്കിലും പേജിന് ഓൾട്ട് മിസ്സിംഗ് ആണോ. അപ്പോൾ ഇതിനകത്ത് 15 ഇമേജ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഇമേജിന് ഓൾട്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്, ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇമേജ് ഒപ്റ്റിമൈസേഷൻ കംപ്ലീറ്റഡ് അല്ല. 15 ഇമേജ് ഉണ്ട്, അതിനകത്ത് 14 ഒപ്റ്റിമൈസ് ചെയ്ത് ഓൾട്ട് കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഓൾട്ട് ആവാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഇമേജ് എന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിനെ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് ലോഗോയാണ്, ആ ലോഗോ വിളിച്ചിരിക്കുന്നിടത്ത് പോയി അതിനകത്ത് ഓൾട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും നോക്കുക, കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇതുപോലെ നമുക്ക് മെയിൻ URL മാത്രമല്ല, നമ്മൾ വെബ്സൈറ്റിനകത്തുള്ള പേജുകളെയും നമുക്ക് ഇതുപോലെ അനലൈസ് ചെയ്യാം. അങ്ങനെ അനലൈസ് ചെയ്ത് നമ്മൾ നോക്കി കാണുന്നത് ഇപ്പോൾ Anjana.comനകത്ത് ഒരു 25 പേജാണ് നമ്മൾ ഗൂഗിളിനകത്ത് റാങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ SEO ചെയ്യണതെങ്കിൽ ആ 25 പേജുകളെയും റാങ്കിനകത്ത് അനലൈസ് ചെയ്ത് അതിൻ്റെ സ്കോർ മെച്ചപ്പെട്ട രീതിയിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഈ സ്കോറുകളൊന്നും മെച്ചപ്പെടുത്താതെ ഇതിനകത്തുള്ള ഡിഫക്റ്റ് എല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ SEO ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഡിഫക്ട്സ് നമ്മളെ പിടിച്ചു വലിക്കും. നമ്മളെ റാങ്കിങ്ങിന് നമുക്ക് മെച്ചം ഉണ്ടാകത്തില്ല. മെച്ചം വരുമ്പോൾ നമുക്ക് തോന്നും
അപ്പോഴാണ് ഈ ഡിഫക്ട്സ് കാരണം നമ്മുടെ വെബ്സൈറ്റ് താഴെ പോവുക. അവിടെ നോക്കേണ്ടത് നമ്മളുടെ വെബ്സൈറ്റിന് കുറെ ഡിഫക്ട്സ് ഉണ്ടാവുകയും നമ്മളെ കോമ്പറ്റീറ്റേഴ്സിന് അങ്ങനെയുള്ള ഡിഫക്ട്സ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ നല്ലതുപോലെ ഷൈൻ ചെയ്യും. നമ്മളിവിടെ എന്താണ് പറ്റുന്നതെന്ന് അറിയാതെ നമ്മൾ ഇത് ചെയ്യും. അതാണ് വെബ്സൈറ്റ് അനാലിസിസിനകത്ത് ഡീറ്റെയിൽഡ് സൈറ്റ് ഓഡിറ്റ് നടത്തുന്നതിൻ്റെ ഒരു പ്രാധാന്യം. ഡീറ്റെയിൽഡ് സൈറ്റ് ഓഡിറ്റ് നടത്തി അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് കൊടുക്കാവൂ, SEOയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഊറാങ്കിനകത്ത് അനലൈസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഡീറ്റെയിൽഡ് സൈറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു സബ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഊറാങ്കിനകത്ത് കിട്ടുന്ന ഓരോ ഡീറ്റെയിൽസും ഡിഫക്ട്സ് ഉള്ള പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ള പ്രോബ്ലംസ് നിങ്ങൾ അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഓരോ പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പേഴ്സിനെ കൊണ്ട് സോൾവ് ചെയ്യിക്കേണ്ടതാണ്. ഇതുള്ള കാര്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകണം. എന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് റെലവൻ്റ് അല്ലാത്ത രീതിയിൽ കീവേഡുകളുടെ ഒക്കറൻസ് വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ തൊട്ടടുത്ത് ഇമേജ് ഉണ്ടല്ലോ, ഇമേജിനകത്ത് ഒരു ഓൾട്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പച്ച മാർക്ക് ഇത് പച്ചയാക്കും. അങ്ങനെ അപ്പം നമുക്ക് അങ്ങനെ സ്കോർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ഇത് കണ്ടെത്തുക. സ്കോർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടെങ്കിലും കുറെ ഇത് ചെയ്യാം. ഇനി ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്കോർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇനിഷ്യൽ അനാലിസിസ് റിപ്പോർട്ടിനകത്ത് ഈ വെബ്സൈറ്റിന്റെ സ്ക്രീൻഷോട്ടിനകത്ത് അല്ലെങ്കിൽ ഊറാങ്ക് അനാലിസിസ് ചെയ്തപ്പോൾ ഡീറ്റെയിൽഡ് സൈറ്റ് ഓഡിറ്റ് നടത്തിയപ്പോൾ 100-ൽ 57 മാർക്കായിരുന്നു ഉള്ളത്. നമ്മളത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓരോ ഇഷ്യൂസ് ആയിട്ട് സോൾവ് ചെയ്ത് 58-ലോട്ടോ 60-ലോട്ടോ 65-ലോട്ടോ 70-ലോട്ടൊക്കെ ആകുമ്പം നമ്മൾ നേരത്തെ കണ്ട ഈ 57 എന്ന് പറയുന്ന 53 എന്നുള്ള ഈ സ്കോർ ഈ ഒരു കളർ മാറി ഒരു ഗ്രീൻ കളറായിട്ട് മാറും. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു 50 സംതിങ്ങിന് ഉള്ളിലാണ് നിന്നത്. ഇപ്പോൾ ഇതിന്റെ സ്ഥാനം 74 ഇങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് വളരെ നല്ലതാണ്. ഈ സംഗതികളൊന്നും ഇമ്പ്രൂവ് ചെയ്യാതെ നമ്മൾ കിടന്ന് പെട്ടാപ്പാടുമായിട്ട് SEO ഓൺ പേജും ഓഫ് പേജും സോഷ്യൽ മീഡിയ ഷെയറിങ്ങും ഡയറക്ടറി സബ്മിഷനും ആർട്ടിക്കിൾ സബ്മിഷനും ചെയ്ത് പോയാലും ഈ പ്രശ്നങ്ങൾ അവിടെ ഡിഫക്ട്സ് ആയിട്ട് കിടക്കും. നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു റാങ്കിങ്, സ്ഥിരമായിട്ടുള്ള റാങ്കിങ് ഒക്കെ ചിലപ്പോൾ നമ്മളെ പേജിന് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെയാണ് അതിനകത്തുള്ള പ്രശ്നം. അപ്പം ഇതുപോലുള്ള ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഊറാങ്കിനകത്ത് അനലൈസ് ചെയ്യുക, ഡീറ്റെയിൽഡ് സൈറ്റ് ഓഡിറ്റ് നടത്തുക, എന്തൊക്കെയാണ് ഡിഫക്ട്സ്, എന്തൊക്കെയാണ് നമുക്ക് സോൾവ് ചെയ്തുപോലെ പച്ചയാക്കേണ്ടതെന്ന് നോക്കുക. അവിടെ നമുക്ക് അതിനനുസരിച്ച് പോകാം. ഓക്കെ, ഓൾട്ട് കൊടുത്താൽ ഇപ്പം ഇത് പച്ചയാക്കാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി. ഈ ലോഗോ ഇമേജ് എവിടെയാണോ വിളിച്ചിരിക്കുന്നത് ആ ലോഗോയുടെ ഇമേജ് ലൈബ്രറിക്കകത്ത് പോയിട്ട് അതിനൊരു ഓൾട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ സോൾവ് ആയി. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് കാണിക്കാം. പഞ്ചന 27-ാം തീയതി ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഗ്രേഡ് ഇപ്പൊ ഇതിനകത്ത് 53 കാണിക്കുന്നത്. ചിലതൊക്കെ 39 റെഡ് കളറോ ഈ ഗ്രേഡൊക്കെ ആയിരിക്കും, വളരെ കുറഞ്ഞ ഗ്രേഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഗ്രേഡുകളെ മെച്ചപ്പെടുത്താൻ ആദ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം നോക്കുക, അത് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുക. അങ്ങനെ സോൾവ് ചെയ്ത് അതിപ്പം ഒരു മാസം വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ഈ 37-ലോ 38-ലോ 40-ലോ ഒക്കെ കിടക്കുന്ന സാധനം നമുക്ക് ചിലപ്പം ഒരു 55-60-ലോട്ടൊക്കെ അടുപ്പിച്ച് എത്തിക്കാൻ പറ്റും. അങ്ങനെ മെല്ലെ അതിനെ ഒരു പച്ച കളറിലോട്ട് ആക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു പോകുക. അപ്പം നമുക്ക് ചെയ്യുന്ന വർക്കിന്റെ ഗുണവും ഇവിടെ പ്രതിഫലിക്കും. ഇത് ചെയ്യാതെ ഇതിങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് നമ്മൾ അവിടെ കിടന്ന് എത്ര പണിയെടുത്തിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? അത് നമ്മുടെ റാങ്കിങ്ങിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇനി തൊട്ടടുത്ത് നോക്കിയേ, ഇൻ പേജ് ലിങ്ക്സ് അനാലിസിസ് ആണ്. ഇപ്പൊ ഇവിടെ എത്ര ലിങ്ക്സ് കണ്ടെത്തിയിരിക്കുന്നു, 60 ലിങ്ക്സ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ 9 ലിങ്ക്സ് വി ഫൗണ്ട്, ടോട്ടൽ 60 ലിങ്ക്സ് ഇൻക്ലൂഡിങ് 9 ലിങ്ക്സ് ടു ഫയൽസിലേക്ക് പോകുന്ന 9 ലിങ്ക് അടക്കം മൊത്തം 60 ലിങ്ക്സ് ആണ് ഈ ടൂൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പേജിനകത്ത് നിന്ന്. അവിടെ ഇന്റേണൽ ലിങ്ക് എത്രയെന്ന് പറയുന്നുണ്ട്, 37 ലിങ്ക് ഇന്റേണൽ ലിങ്ക്. എക്സ്റ്റേണൽ ലിങ്ക് ഫോളോ ആയിട്ടുള്ള എക്സ്റ്റേണൽ ലിങ്ക് 60%, 37%. ടോട്ടൽ ലിങ്ക്സിന്റെ 37%ഉം ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ തന്നെ വെബ്സൈറ്റിനെ വേറെ പേജുകളിലേക്കോ പോസ്റ്റിലേക്കോ പോകുന്ന ലിങ്ക്. എക്സ്റ്റേണൽ ലിങ്ക് എന്ന് അറിയാം, വേറെ വെബ്സൈറ്റിലേക്ക് പോകുന്ന ലിങ്ക്. ഇവിടെ 60%-ലധികം പുറത്തേക്ക് പോകുന്ന ലിങ്ക്സ് ഉണ്ട്. എക്സ്റ്റേണൽ ലിങ്ക്സ് നോ ഫോളോ എന്ന് പറയുന്നത് 3% ആണ്. 3% ലിങ്ക്സിൽ മാത്രമേ നോ ഫോളോ ആട്രിബ്യൂഷൻ ആഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുള്ളൂ. വിശദീകരിക്കണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിയാം. നോ ഫോളോ ലിങ്ക്സ്. ഇനി തൊട്ട് താഴെ ലിങ്ക്സ് പോയിക്കുന്ന ആങ്കർ ടെക്സ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഏതൊക്കെ ആങ്കർ ടെക്സ്റ്റുകളിലേക്കാണ് ലിങ്ക് പോയിക്കുന്നത്. ആങ്കർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് പാസ് ചെയ്യുന്ന കീവേഡ് അവിടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ലാംഗ്വേജ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. എന്താണ് ഇവിടെ ലാംഗ്വേജ് ഡിക്ലെയർ ചെയ്തതിന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വെബ് പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ട്സിന് നിങ്ങൾ ലാംഗ്വേജ് ഏതാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സുതാര്യമായിട്ട് നിങ്ങളെ വെബ് പേജ് ഓക്കെ ഇറ്റ്സ് ഇംഗ്ലീഷ് കണ്ടന്റ് അതെടുക്കാൻ പറ്റും. പേജിനെ ക്രോൾ ചെയ്യുന്ന ബോട്ട്സിനെ പോലെ തന്നെ റെൻഡർ ചെയ്യുന്ന ബ്രൗസേഴ്സിനും നിങ്ങൾ ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉദാഹരണത്തിന് സണ്ണിയുടെ വെബ് പേജ് ലാംഗ്വേജ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. കുറച്ച് പോർഷനിൽ ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്, കുറച്ച് പോർഷൻ മലയാളത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ലാംഗ്വേജ് എന്നൊക്കെ ഉള്ളത് ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ബോട്ട്സിന് ക്രോൾ ചെയ്ത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ റെൻഡർ ചെയ്യുന്ന ബ്രൗസേഴ്സിനും
വെബ് പേജിനെ റെൻഡർ ചെയ്ത് കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ലാംഗ്വേജ് ഡിക്ലെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജിനകത്ത് തന്നെ HTML സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് HTML ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ പച്ച മാർക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഏതെങ്കിലും പേജ് അനലൈസ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ പോയി ലാംഗ്വേജ് ഡിക്ലെയറിന്റെ മെറ്റാ ടാഗ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തൊട്ട് താഴെ വെബ് ഫീഡ്സിനെ പറ്റിയാണ് പറഞ്ഞത്. വെബ് ഫീഡ്സ് എന്ന് പറയുമ്പം നമ്മളെ വെബ്സൈറ്റിനകത്ത് ഒരുപാട് വിസിറ്റ് കിട്ടാനോ നമ്മളെ വെബ്സൈറ്റിന്റെ പേജുകളുടെ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസോഴ്സാണ് ഫീഡുകൾ. പ്രത്യേകിച്ച് വേർഡ്പ്രസ്സിലൊക്കെ ചെയ്തേക്കുന്ന സൈറ്റിനകത്ത് ഫീഡുകൾ നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. ഫീഡ് ഇനേബിൾ ചെയ്താലുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിനകത്ത് റെഗുലറായിട്ട് പോസ്റ്റുകളൊക്കെ ആഡ് ചെയ്ത് പോകുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ, ബ്ലോഗ് പോസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുകയോ ഓപ്റ്റിമൈസ് ചെയ്ത് പോകുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ ആ ഫീഡ് തന്നെ നമ്മളെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ട്രാഫിക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ബ്ലോഗറിനകത്ത് നമ്മളെ ട്വിറ്ററിന്റെ ഒരു വിഡ്ജറ്റ് ആഡ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഇറ്റ്സ് എ ഫീഡ്. ട്വിറ്ററിന്റെ വിഡ്ജറ്റ് നമ്മൾ ബ്ലോഗിനകത്ത് ആഡ് ചെയ്തില്ലേ? ഓർക്കുന്നുണ്ടോ? അതിനുശേഷം നമ്മൾ ട്യൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്യൂട്ട് നമ്മൾ ബ്ലോഗിനകത്തുള്ള വിഡ്ജറ്റിനകത്ത് കാണിക്കുന്നില്ലേ? പ്രൊഫൈൽ ബാഡ്ജ് അല്ലേ? പ്രൊഫൈൽ ബാഡ്ജ് അല്ലേ? ഓക്കെ. വിഡ്ജറ്റുകൾ എല്ലാം ഇതുപോലെ ഫീഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ നമ്മളെ വെബ്സൈറ്റിനകത്ത് റെഗുലറായിട്ട് പോസ്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നോർമലി സാധാരണ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിനകത്ത് ഫീഡ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. വേർഡ്പ്രസിന്റെ ഒരു അഡ്വാൻറ്റേജുകൾ പറയുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണ്. വേർഡ്പ്രസിൽ ഇൻബിൽറ്റ് ആയിട്ട് ഫീഡ് ഓപ്ഷൻസ് ഉണ്ടാകും. അത് ഇനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് പോസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫീഡ് വഴി നമ്മളെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ഒരുപാട് വരാം. തെളിച്ച് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് sunny.com വേർഡ്പ്രസിലുള്ള ഒരു സൈറ്റ് ആണെന്ന് വിചാരിച്ചു. അതിനകത്ത് ഫീഡ് ഇനേബിൾ ചെയ്തിട്ടുണ്ട്. sunny.comൽ എത്തുന്ന ഒരാളിന് sunny.comൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബ്ലോഗ് പോസ്റ്റുകൾ കണ്ട് ഇഷ്ടപ്പെടുകയും അയാൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം sunny.comനെ സബ്സ്ക്രൈബ് ചെയ്യാം. ശരിക്കും ആ ഫീഡ് വഴിയാണ് ആ സബ്സ്ക്രിപ്ഷന്റെ മെയിലൊക്കെ പോവുക. നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് ഫീഡ് ബർണർ. ഗൂഗിളിന്റെ ഫീഡ് ബർണർ എന്നൊരു ഫ്രീ ടൂൾ ഉണ്ട്. അതിനകത്ത് നമ്മളെ വെബ്സൈറ്റിനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ജനറേറ്റ് ചെയ്യാം. ഈ ഫീഡ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഫീഡിനെ നമുക്ക് എവിടെയെങ്കിലും പോയി പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആഡ് അവിടെ കാണിക്കും. നമ്മളെ പോസ്റ്റുകൾ അവിടെ കാണിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 2 ബ്ലോഗ് ഉണ്ട്. ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ് അല്ല 3 ഉണ്ട് ഇല്ലേ? ബ്ലോഗറും ഉണ്ട്, വേർഡ്പ്രസ് ഉണ്ട്, ടംബ്ലർ ഉണ്ട്. ഇനി നിങ്ങൾ എല്ലാ പോസ്റ്റുകളും വേർഡ്പ്രസിനകത്താണ് നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി നിങ്ങൾ ബ്ലോഗറിനകത്ത് ഒരു പോസ്റ്റും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലോഗറിനകത്ത് എത്തുന്ന ആൾക്കാരെ വേർഡ്പ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വേർഡ്പ്രസിന്റെ ഫീഡ് ബ്ലോഗറിനകത്ത് ആഡ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ബ്ലോഗറിനകത്താണ് ആദ്യം ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ബ്ലോഗറിനകത്ത് പുതിയ പോസ്റ്റ് ഒന്നും ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇനി താല്പര്യമില്ല. കാരണം ഗൂഗിൾ ക്രോൾ ചെയ്യുന്നില്ല, ഇൻഡെക്സ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാത്തതുകൊണ്ട് അത് അവിടെ കിടന്നോട്ടെ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം സ്ട്രോങ് ആയിട്ടൊരു ബ്ലോഗ് ഉണ്ട്, വേർഡ്പ്രസിലുള്ള ബ്ലോഗ്. ഈ വേർഡ്പ്രസിന്റെ ഫീഡ് എടുത്ത് ബ്ലോഗറിനകത്ത് കൊണ്ട് ഇട്ടാൽ ഇനി ആരെങ്കിലും നിങ്ങളെ ബ്ലോഗറിനകത്ത് വന്നു കഴിഞ്ഞാൽ ആ ഫീഡിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ വേർഡ്പ്രസിലോട്ട് വരും. പിന്നെ ഈ ഫീഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് നിങ്ങൾ വേർഡ്പ്രസിനകത്ത് പുതിയ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ഫീഡ് അവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് റീസെന്റ് ആയിട്ടുള്ളൊരു 5 പോസ്റ്റ് കാണിക്കണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഫീഡ് ആഡ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ വേർഡ്പ്രസിനകത്ത് നാളെ ഒരു പോസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പുതുതായിട്ട് പോസ്റ്റ് ചെയ്ത പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് അവിടെ ഫീഡിനകത്ത് കാണിക്കും. അപ്പോൾ ആ ഫീഡിനെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ഇടാം. അവിടെ അതിന്റെ പബ്ലിഷ് ചെയ്ത ഡേറ്റ് കാണിക്കണമെങ്കിലോ ആ പോസ്റ്റിനകത്ത് കൊടുത്ത ഇമേജ് കാണിക്കണമെങ്കിലോ ഓതറിന്റെ നെയിം കാണിക്കണമെങ്കിലോ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിടാം. അങ്ങനത്തെ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് കൂടെ അവിടെ എന്താ ഗുണം? ബ്ലോഗറിൽ വരുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം? വേർഡ്പ്രസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മളെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു റിസോഴ്സ് കൂടിയാണ് എന്ത്? ഫീഡ്. ഇവിടെ വെബ്സൈറ്റിനകത്ത് ഫീഡ് ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഫീഡ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വേർഡ്പ്രസിനകത്താണെങ്കിൽ ഫീഡിന്റെ ഓപ്ഷൻ നമുക്ക് ഇനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അല്ലെങ്കിൽ പ്ലഗിൻ ഉപയോഗിച്ച് നമ്മൾ ഫീഡ് ഏതെങ്കിലും ഉപയോഗിക്കാം. ഇനി ഫീഡ് ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റിനകത്ത് പോസ്റ്റ് ഒന്നും റെഗുലറായിട്ട് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ വലിയ മെച്ചമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഫീഡ് ഉണ്ടാവുകയും വെബ്സൈറ്റിനകത്ത് റെഗുലറായിട്ട് ചേഞ്ചസ് വരണമെങ്കിൽ മാത്രമേ ഫീഡ് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. ഇനി വേർഡ്പ്രസ് അല്ലാത്ത സൈറ്റുകൾ നമ്മളെ കയ്യിലുള്ള ഒരു സ്റ്റാറ്റിക് സൈറ്റാണ്, സാധാരണ HTML സൈറ്റാണ്. അവിടെ നമ്മൾ ഫീഡ് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫീഡ് ബർണർ. ആദ്യം ആ വെബ്സൈറ്റിന്റെ സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്ന ടൂളിനകത്ത് പോയിട്ട് ഒരു ROR.xml എന്നൊരു ഫയൽ ജനറേറ്റ് ചെയ്യുക. നമ്മളൊരു HTML സൈറ്റിനകത്താണ് ഫീഡ് ആഡ് ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റിനെ സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്ന ടൂളിനകത്ത് ആഡ് ചെയ്തിട്ട് അവിടെ നിന്ന് സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ROR.xml എന്നുള്ള ഫയൽ കൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പം റാഹ ആയുർവേദയുടെ ഫീഡാണ്. ഇതിനകത്ത് അവസ്ഥ അറിയാലോ, ഇതിനകത്ത് ഇന്റേണലി ബ്ലോഗ് വേർഡ്പ്രസ് ആണ്, പക്ഷെ വെബ്സൈറ്റ് സാധാരണ ഒരു സൈറ്റ് ആണെന്ന് വെച്ചു. അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് ഹൈവ് നോക്കാം. ക്രിയേറ്റീവ്
ക്രിയേറ്റ് ഹൈവ്. ഈ വെബ്സൈറ്റിൻ്റെയാണ് ഫീഡ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചോ. ആദ്യം ഈ വെബ്സൈറ്റിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്ന xml-sitemaps.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തോട്ട് എത്തിയിട്ട് ഇവിടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഈ ടൂൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മുടെ വെബ്സൈറ്റിലേക്ക് സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓൺലൈൻ ടൂളാണ് xml-sitemaps.com. തെറ്റല്, സൈറ്റ് മാപ്സ് ആണ്. xml-sitemaps.com എടുത്തു കഴിഞ്ഞാൽ ഏതൊരു വെബ്സൈറ്റിന്റെ URL ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്ത് കിട്ടും. കുറച്ച് താമസം എടുക്കും, പ്രത്യേകിച്ച് PHP സൈറ്റുകളോ HTML സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് താമസം എടുത്തിട്ടായിരിക്കും സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുക. ഓരോ പേജിനെ ഇതുപോലെ ചെക്ക് ചെയ്ത് അത് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് സ്കാൻ ചെയ്ത നമ്പർ അവിടെ കാണിച്ചുകൊണ്ടിരിക്കും. ഇത്രയും പേജുകളെ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ആ സൈറ്റ് മാപ്പ് ഫയൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സൈറ്റ് മാപ്പ് ഫയലിനെ ഇതേ സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്തേക്കുന്ന ഈ ടൂൾ വഴി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, വ്യൂ സൈറ്റ് മാപ്പ് ഡീറ്റെയിൽസ് എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് മാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഇത് XML ഫയലാണ്. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യാം. കണ്ടോ, നമ്മുടെ സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി, വെബ്സൈറ്റിന്റെ റൂട്ട് ഡയറക്ടറിയിൽ പോയി അപ്ലോഡ് ചെയ്താൽ മതി സൈറ്റ് മാപ്പായിട്ട്. എന്നിട്ട് നമുക്ക് സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യാം. ഇനി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൈറ്റ് മാപ്പുകൾ ജനറേറ്റ് ചെയ്യുന്ന ഡൗൺലോഡ് ഓൾ സൈറ്റ് മാപ്പിന്റെ സിപ്പ് ഫയൽ അല്ലോ, ഡൗൺലോഡ് ഓൾ സൈറ്റ് മാപ്പിന്റെ സിപ്പ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ സൈറ്റ് മാപ്പിന്റെയും ഫയൽസ് നമുക്ക് സിപ്പ് ആയിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ഈ ഫയലിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ട് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് എക്സ്ട്രാക്റ്റ് ആയിട്ട് കണ്ടോ ആ ഒരു ഫോൾഡർ കിട്ടും. ഇവിടെ നമുക്ക് URL ലിസ്റ്റ് എന്നൊരു ഫയൽ ഉണ്ടാകും, ROR.xml എന്നൊരു ഫയൽ ഉണ്ടാവും. ഇതാണ് നമ്മൾ ഫീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫയൽ. ആദ്യം നമ്മൾ സൈറ്റ് മാപ്പ് അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ROR.xml എന്ന ഫയലിനെ കൂടെ നമ്മുടെ വെബ്സൈറ്റിന്റെ റൂട്ട് ഡയറക്ടറിയിലോട്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ വെബ്സൈറ്റ് അഡ്രസ് /ROR.xml എന്ന് ബ്രൗസറിൽ അടിച്ചു നോക്കുക. കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ XML സൈറ്റ് മാപ്പ് അല്ലെങ്കിൽ ROR സൈറ്റ് മാപ്പിന്റെ ഫയൽ കാണാൻ പറ്റും. ഇതൊരു XML ഡോക്യുമെന്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ് URL-നെ കോപ്പി ചെയ്തിട്ട് ഫീഡ് ബർണറിനകത്ത് പോയി സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ ഫീഡ് അവിടെ ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളെ വെബ്സൈറ്റിനകത്ത് ആ ഫീഡിന്റെ URL ഒരു റീഡയറക്ഷൻ കോഡ് വഴി ആരെങ്കിലും website.com/feed എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഫീഡിന്റെ URL ഓപ്പൺ ആകുന്ന രീതിയിൽ റീഡയറക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫീഡ് ജനറേറ്റ് ആയി കഴിഞ്ഞു. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട സകല പേജസും ആ ROR ഫയലിനകത്ത് അല്ലെങ്കിൽ ഫീഡ് ഫയലിനകത്ത് നിന്ന് ലിങ്ക് ഉണ്ടാവും. നമ്മളെ പേജുകൾ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഗുണമുണ്ടാകും. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ നമ്മളെ ഫീഡിനകത്ത് വരുന്നുണ്ടാകും. അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഫീഡ് വഴി നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകും. വെബ്സൈറ്റിന് സബ്സ്ക്രിപ്ഷൻസ് കൂടും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഫീഡ് വഴി ഉണ്ടാകും. ഫീഡ് ബർണറിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ കുറേ കാര്യങ്ങളൊക്കെ നിർത്തി അപ്ഡേറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ബ്ലോഗറിനകത്തൊക്കെ ഇപ്പോൾ അത് വലുതായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നേരത്തെ ഫീഡ് ബർണർ ഉപയോഗിച്ച് നിങ്ങളുടെ ബ്ലോഗറിനകത്ത് ബ്ലോഗ് ക്രിയേറ്റിന്റെ ഫീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ ഫോം ആഡ് ചെയ്യാൻ പറ്റും, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടൺ. അതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോഗിൽ എത്തുന്ന ആൾക്കാർക്ക് ഒരു പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു, അടുത്ത പോസ്റ്റും കണ്ടു, അതും ഇഷ്ടപ്പെട്ടു, അവർക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തുള്ള ഗുണം എന്താണ്, നിങ്ങൾ സ്ഥിരം വരിക്കാരായി ഇല്ലേ. അപ്പോൾ എന്താ, നിങ്ങൾ പുതിയ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും അവർ നമ്മുടെ ബ്ലോഗിലേക്ക് വരികയും, നമുക്കറിയാം ഒരു വെബ്സൈറ്റിലേക്ക് എത്തിയ ആൾക്കാർ വീണ്ടും നമ്മുടെ വെബ്സൈറ്റിലേക്ക് റീവിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വിശ്വാസ്യത കൂടും. റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യണമെങ്കിലോ നമ്മളെ വിശ്വാസ്യത കൂടിക്കൊണ്ടിരിക്കും. കാരണം ഒരു വെബ്സൈറ്റിലേക്ക് റെഗുലറായിട്ട് ആൾക്കാർ വിസിറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ കണക്കാക്കുന്നത് അവിടെ അവർക്ക് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള എന്തോ ഒരു സംഗതി അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഫീഡ് വഴി സബ്സ്ക്രിപ്ഷൻ ഫോം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ വിസിറ്റിലേക്ക് വരുന്ന വെബ്സൈറ്റിലേക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടാനും അതുവഴി റീവിസിറ്റോ റെഗുലർ വിസിറ്റോ ഒക്കെ കൂടാനൊക്കെ ഉള്ള ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയും ഇതിനകത്തുണ്ട്. അപ്പോൾ ഫീഡിനെ പറ്റി ജനറേറ്റ് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മളെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് വിസിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോഴ്സ് ആണ് ഫീഡ്. ഫീഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് വിസിറ്റ് ജനറേറ്റ് ചെയ്യാം, ട്രാഫിക് ജനറേറ്റ് ചെയ്യാം, വിസിറ്റേഴ്സ് എത്താം, സബ്സ്ക്രൈബ് ചെയ്യാം, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് നമുക്ക് ഇനേബിൾ ചെയ്യാം. അങ്ങനെ ട്രസ്റ്റ് നമുക്ക് കൂടാം. നമുക്കറിയാം SEO ചെയ്യുന്ന പ്രോസസ്സിനകത്ത് എപ്പോഴും റാങ്കിങ്ങിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെ വിശ്വാസ്യത കൂട്ടി റാങ്കിങ് മെച്ചപ്പെടുത്താൻ നോക്കുക. വിശ്വാസ്യത എങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റുമോ ആ റിസോഴ്സ് വഴിയൊക്കെ നമ്മളെ വിശ്വാസയോഗ്യമായുള്ള സൈറ്റാക്കി മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ ഫീഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കിടക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റിനകത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഫീഡ് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ ഫീഡ് ആഡ് ചെയ്യാനുള്ള സംഗതികൾ ഡെവലപ്പേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുകയോ അനലൈസ് ചെയ്യുകയോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫീഡ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇനി നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഏത് വെബ്സൈറ്റ് അനലൈസ് ഉണ്ട്. ഇനി
ഫീഡ് എന്നുള്ള ഓപ്ഷന്റെ താഴെയായിട്ട് അടുത്ത് എന്താണ് നമ്മൾ പഠിക്കാണ്ട് നോക്കാം. ഫീഡ്സ്. ഈ വെബ്സൈറ്റിനകത്ത് ഫീഡ് ആഡ് ചെയ്തിട്ടില്ല. അത് വേർഡ്പ്രസ്സിലുള്ള വെബ്സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫീഡ് ഇനേബിൾ ചെയ്താൽ മതിയാകും. ഇനി ലാംഗ്വേജ് വെബ് ഫീഡ്. തൊട്ടടുത്ത് കാണിക്കുന്ന ഏരിയ ഇൻഡെക്സിംഗ് എന്നുള്ള ഏരിയ ആണ്. നമ്മൾ ഫീഡ് പോലെ അല്ല, ഇനി പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കണം. എന്താണ് ഇൻഡെക്സിങ്ങിനകത്ത് ആദ്യം കാണിക്കുന്നത് വെച്ചാൽ URL റിസോൾവ്. ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് URL റിസോൾവ്? വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, ഉറപ്പായിട്ട് നിങ്ങൾ ആൻസർ പറയുകയും വേണം. പറയുന്നതേ ഉള്ളൂ, തുടങ്ങുന്നതേ ഉള്ളൂ. URL റിസോൾവിങ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇൻഡെക്സിങ്ങിനകത്ത് ആദ്യം വരുന്നത്. എന്താണ് URL റിസോൾവ് എന്നുള്ളത് പറയാൻ പോണതേ ഉള്ളൂ. ഇനി ശ്രദ്ധിച്ചിരുന്നാലും മതി, ഉറങ്ങരുത്. പോയിട്ടോ, പെട്ടെന്നോ. നിജോ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? URL റിസോൾവിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞോ? വേറൊന്നുമല്ല, നമ്മൾ സൈറ്റിനെ അനലൈസ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് ടൂളിലേക്ക് കടന്നു. ഊറാങ്ക് എന്നാണ് ടൂളിന്റെ പേര്. ആ ടൂൾ ഉപയോഗിച്ച് നമ്മൾ വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു സ്കോർ അവിടെ കാണിക്കും. 100-ൽ ഇത്ര മാർക്ക് എന്നാണ് സ്കോർ കാണിക്കുന്നത്. ഒരു 53 സ്കോർ കാണിക്കുന്നത്. അതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, എങ്ങനെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ സ്കോർ ഇമ്പ്രൂവ് ആകും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ ചെയ്തുകൂടെ മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇനി പഠിക്കുന്നതായിരിക്കും. അതിനകത്ത് URL റിസോൾവ് ആണ് നമ്മൾ ഇനി എന്താണെന്ന് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനുശേഷം അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് പഠിക്കും. അതേപോലെ ഇനി വരുന്ന ഓരോ ഏരിയാസും നമുക്ക് എങ്ങനെ അതിന്റെ റേറ്റിംഗ് മെച്ചപ്പെടുത്താം. ഇപ്പം 100-ൽ 53 കാണിക്കുന്നത് എങ്ങനെയെങ്കിലും അത് 55 ആക്കാം, അല്ലെങ്കിൽ 54 ആക്കാൻ പറ്റുമോ, 55 ആക്കാൻ പറ്റുമോ, 56 ആക്കാൻ പറ്റുമോ, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഒരു 65-70 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ 70 കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പച്ച കളറിലായിട്ട് മാറും. ഒരു 40-ന് താഴെയൊക്കെയാണ് കിട്ടണമെങ്കിൽ, ഒരു 35 ആണെങ്കിൽ റെഡിഷ് ഒക്കെ ആയിരിക്കും കാണിക്കുക. ഒരു 20-ന് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരെ ഡാർക്ക് റെഡ് ആയിരിക്കും. ആ രീതിയിലാണ് എൻ്റെ ഊറാങ്കിനകത്തുള്ള സ്കെയിൽ കാണിക്കുക. ആ രീതിയിൽ നമ്മൾ വെബ്സൈറ്റിനെ ഇമ്പ്രൂവ് ചെയ്ത് അതിന്റെ സ്കോർ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം കാണിക്കുന്ന സംഗതി. അപ്പൊ അവിടെ സ്കോർ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രാക്ടിക്കലി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് പ്രാക്ടിക്കലി ചില കാര്യങ്ങൾ ചെയ്ത് കാണിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ടാകും. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ടാകും. ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് മെച്ചം കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അവിടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും ഇനി ചെയ്യുന്ന പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കുന്നതിന് പുറമെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് തീർക്കേണ്ടത് കൂടെ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്ത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് കൂടെ നേടുക. മിക്ക കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല, പക്ഷെ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം, പറഞ്ഞു തരാം. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു സെക്കൻഡ്, ഈ സണ്ണിയും അഞ്ജനും കൂടെ ഒന്ന് വന്നോട്ടെ. അവരൊന്നും ഒരു 2 മിനിറ്റ് ബ്രേക്കിന് പോയിക്കാണ്. ഇപ്പൊ വരാം, ഞാനൊന്ന് വെള്ളം കുടിച്ചോട്ടെ. അപ്പൊ നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കാൻ പോണത് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ഇൻഡെക്സിംഗ് ഏരിയക്കകത്തുള്ള URL റിസോൾവ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, ഇൻഡെക്സിംഗ് എന്നുള്ള ഏരിയക്കകത്തുള്ള URL റിസോൾവ് എന്നും, ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ വാട്ട് ഈസ് മീൻ ബൈ URL റിസോൾവ് എന്ന് ചോദിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ വാട്ട് ഈസ് മീൻ ബൈ WW റിസോൾവ് എന്നൊക്കെ ചോദിക്കാം. URL റിസോൾവ് എന്ന് ചോദിച്ചാലും WW റിസോൾവ്, നോൺ WW റിസോൾവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ നമ്മളെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ചില ആൾക്കാർ www.website.com എന്നടിക്കും, ചില ആൾക്കാർ www ഇല്ലാതെ അടിക്കും. അങ്ങനെയൊക്കെ രണ്ട് രീതിയിൽ ഓപ്പൺ ആക്കുമ്പോഴും ഇത് രണ്ട് രീതിയിൽ തന്നെ രണ്ടായിട്ട് തന്നെ ഓപ്പൺ ആകുമെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ sunny.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. ഒരാൾ ഇതിനെ ഓപ്പൺ ആക്കുന്നത് www.sunny.com, അപ്പോൾ www ചേർത്താണ് ഇത് ഓപ്പൺ ആയത്. എന്നാൽ വേറൊരാൾ, ഇപ്പൊ നിജ ഓപ്പൺ ആക്കിയത് വെറുതെ sunny.com എന്ന് അടിച്ചു, അപ്പോൾ www ഇല്ലാതെ വെറും sunny.com എന്ന് ഓപ്പൺ ആയി. അങ്ങനെ ഒരു വെബ്സൈറ്റ് ഇതുപോലെ 2-3 ടൈപ്പ് URLകളിൽ ഓപ്പൺ ആകുന്നത് ആ വെബ്സൈറ്റിനെ സംബന്ധിച്ചോളം ചില ഡിഫക്റ്റ് ആണ്. ഒന്നാമത്തെ ഡിഫക്റ്റ്, ഒരേ URLിനകത്ത് തന്നെ പല URLകളിൽ തന്നെ ഒരു കണ്ടന്റ് കാണിക്കും എന്നുള്ള, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് തന്നെ പല URLകളിൽ കാണിക്കും. അപ്പം അവിടെ കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ പോലെ ഒരു ചെറിയ ഇഷ്യൂ വെബ്സൈറ്റിനെ അഫക്റ്റ് ചെയ്യും. അതൊരു ചെറിയ ഇഷ്യൂ മാത്രമാണ്.
കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ ഇഷ്യൂ അല്ല, വലിയ ഇഷ്യൂ തന്നെയാണ്. എന്നാൽ ഈ 2 URL കാണിക്കുന്നത് കൊണ്ടുള്ള ഒരു ഇഷ്യൂ ചെറിയ ഇഷ്യൂ ആയിട്ട് എടുക്കും. എന്നാൽ മെയിൻ ഇഷ്യൂ വരാൻ പോണതേ ഉള്ളൂ. sunny.comനെ www എന്ന് അടിക്കുന്ന ഞാൻ sunny.comന്റെ വെബ്സൈറ്റിനകത്ത് കിടക്കുന്ന ഒരു ആർട്ടിക്കിൾ കണ്ട് ഇഷ്ടപ്പെട്ട് അതിലേക്ക് ഞാനൊരു ലിങ്ക് കൊടുത്തു. പ്രോബബ്ലി ഞാൻ എന്തായിട്ട് കൊടുക്കുക, www.sunny.com/Twitter-marketing-tips അങ്ങനെ ആയിരിക്കും URL ലിങ്ക് കൊടുക്കുക. ഇതേ വെബ്സൈറ്റിലേക്ക് എത്തിയ നിജോ ഓപ്പൺ ആക്കിയത് എങ്ങനെയാണ്? www ഇല്ലാതെയാണ്. sunny.com എന്നാണ് നിജോ ഓപ്പൺ ആക്കിയത്. ഇത് നിജോ എന്ത് ചെയ്തു? സണ്ണി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ട്വിറ്റർ മാർക്കറ്റിംഗ് ടിപ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ വായിച്ചു നോക്കി. സണ്ണിക്കും അത് ഇഷ്ടപ്പെട്ടു. സണ്ണി എന്ത് ചെയ്തു? സണ്ണിയുടെ വെബ്സൈറ്റിൽ 4 ആർട്ടിക്കിളിലേക്ക് ഒരു ലിങ്ക് കൊടുത്തു. പ്രോബബ്ലി സണ്ണി ലിങ്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത് www ഇല്ലാതെ sunny.com/Twitter-marketing-tips എന്നായിരിക്കും തന്നെയല്ലോ. ഇങ്ങനെ ഞാനൊരു ലിങ്ക് കൊടുത്തു, നിജോ ഒരു ലിങ്ക് കൊടുത്തു. പക്ഷെ 2 ലിങ്ക് 2 ഡയറക്ഷനിലേക്കാണ് പോണത്. ഇനി 5 പേര് www.sunny.com ഒന്ന് ഓപ്പൺ ആക്കി ആ പോസ്റ്റിലേക്ക് ലിങ്ക് കൊടുത്തു. 5 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടി. 5 പേര് www ഇല്ലാതെ ഓപ്പൺ ആക്കി. 5 പേരും പോസ്റ്റിലേക്ക് ലിങ്ക് കൊടുത്തു. മൊത്തം 10 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് വരുന്നുണ്ടെങ്കിലും 2 ഡയറക്ഷനിലേക്കാണ് ഇത് പോവുക. 5 ലിങ്കുകൾ www വെർഷനിലേക്കും 5 ലിങ്കുകൾ നോൺ www വെർഷനിലേക്കും പോകുമ്പോൾ ഈ 10 വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന റെക്കമെൻഡേഷന്റെ മൊത്തത്തിലുള്ള ഒരു പവർ അവിടെ യൂസ് ചെയ്യപ്പെടുന്നില്ല. ഇത് സ്പ്ലിറ്റ് ചെയ്തു പോകും. പവർ 2 ഡയറക്ഷനിലേക്ക്, അഥവാ ഇക്വിറ്റി പവർ എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം, ലിങ്ക് വഴി പാസ് ചെയ്യുന്ന ഇക്വിറ്റി 2 ഡയറക്ഷനിലേക്കായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം സണ്ണിക്ക് 10 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് ഉണ്ടെങ്കിലും ആ 10 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടുന്നതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പവർ യൂസ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം 2 ഡയറക്ഷനിലേക്കാണ് പോണത്. സെയിം ടൈമിൽ സണ്ണിയുടെ ഒരു കോമ്പറ്റീറ്റർ അവർക്കൊരു 8 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് ഉള്ളൂ. അവിടെ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സണ്ണിയേക്കാൾ അവർ നല്ല ബെറ്റർ ആയിട്ട് റാങ്ക് ചെയ്യും. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 10 ലിങ്ക് ഉണ്ട് വെബ്സൈറ്റിലേക്ക്, 10 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് വരുന്നുണ്ട്. അവർക്ക് 8 ലിങ്ക്സേ വരുന്നുള്ളൂ. അവർ നമ്മളെക്കാളും റാങ്ക് ചെയ്യുന്നു. കാരണം അവിടെ ആ 8 ലിങ്ക്സ് ഒരു പോയിന്റിലേക്ക് കിട്ടി 8 ലിങ്ക്സിന്റെ പവർ ആ സണ്ണിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. ഇവിടെ 10 ലിങ്ക്സ് വരുന്നുണ്ടെങ്കിലും 5 ഒരു ഡയറക്ഷനിലും 5 വേറെ ഡയറക്ഷനിലും പോകുന്നതുകൊണ്ട് അതിന്റെ മൊത്തത്തിലുള്ള ഇക്വിറ്റി ഒരു പോയിന്റ് എടുത്ത് യൂട്ടിലൈസ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നില്ല? sunny.comന് സാധിക്കുന്നില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇതിനെയാണ്, അപ്പൊ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നതിനെയാണ് ഇവിടെ HTTP www കാണിക്കും. ചിലതിൽ www ഇല്ലാതെ SEO zooms കാണിക്കുന്നുണ്ട്, ചിലതിൽ HTTPS കാണിക്കുന്നുണ്ട്. ആദ്യം കാണുന്നതിൽ HTTPS ഇല്ല, കണ്ടോ? അപ്പൊ 4 ഇത് നമ്മളിപ്പം ഈ വെബ്സൈറ്റിന്റെ www സോൾവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ URL റിസോൾവ് ചെയ്തിട്ടില്ല എന്നുള്ള ഡിഫക്റ്റ് ആണ് ഇവിടെ കാണിക്കാൻ, അതായത് സോൾവ് ചെയ്തിട്ടില്ല എന്നുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള ലിങ്ക്സ് ആയിട്ട് 4 URL ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ വെബ്സൈറ്റ് 4 രീതിയിൽ ഓപ്പൺ ആകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുക. അതായത് HTTPS ഇല്ലാതെ HTTP www ഇല്ലാതെ SEO zooms എന്ന് അടിച്ചു കഴിഞ്ഞാലും ഓപ്പൺ ആകുന്നുണ്ടാകും. HTTP www.SEO zooms എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നുണ്ടാകും. HTTPS SEO zooms എന്ന് അടിച്ചു കഴിഞ്ഞാൽ www ഇല്ലാതെ, പിന്നെ HTTPS www.SEO zooms എന്ന് അടിച്ചു കഴിഞ്ഞാലും ഓപ്പൺ ആകുന്നുണ്ടാകും. ഇങ്ങനെ ഓപ്പൺ ആകുന്ന രീതിയിൽ കിടക്കുന്നത് ഒരു ഡിഫക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അതിന് പറഞ്ഞോ സണ്ണി? ഓക്കെ, യൂസർ സൈഡിൽ നിന്ന് 4 യൂസർ ഈ വെബ്സൈറ്റിനെ ഓപ്പൺ ആക്കിയത് ഇതുപോലെ 4 രീതിയിലാണ് കണ്ടത്. ആ 4 യൂസേഴ്സും വന്നിരിക്കുന്ന 4 വെബ്സൈറ്റിൽ നിന്നാണ്. ആ 4 വെബ്സൈറ്റിൽ നിന്നും ഈ വെബ്സൈറ്റിലേക്ക് അവരെടുത്ത വെർഷനിലേക്ക് തന്നെ ലിങ്ക് ആഡ് ചെയ്തു. അപ്പൊ 4 വെബ്സൈറ്റിൽ നിന്ന് SEO zoomsലേക്ക് ലിങ്ക് വരുന്നുണ്ടെങ്കിലും അത് 4 ഡയറക്ഷനിലേക്കാണ് പോകുന്നത് കൊണ്ട് അതിന്റെ മൊത്തത്തിലുള്ള പവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെന്നില്ല പറഞ്ഞു. നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കും. അതാണ് ഞാൻ പറയാൻ പോണേ. ഇവിടെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം എങ്ങനെയാണ് ഇതിനെ പച്ചയാക്കുക അല്ലെങ്കിൽ URL റിസോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ ഏത് വേർഷൻ ആണോ നമുക്ക് റാങ്ക് ചെയ്യേണ്ടത്, നമ്മൾ പ്രിഫർ ചെയ്യുന്ന വേർഷൻ ഏതാണോ ആ വേർഷനിലേക്ക് ബാക്കി വേർഷൻസിനെ റീഡയറക്ട് ചെയ്യുന്ന കോഡ് നമ്മൾ വെബ്സൈറ്റിനകത്ത് cpanലിനകത്ത് ലോഗിൻ ചെയ്ത് കയറി .htss എന്ന് പറഞ്ഞൊരു ഫയലിനകത്ത് ഇതിനെ റീഡയറക്ട് ചെയ്യുന്ന കോഡ് ഒരു നിർദ്ദേശമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോൾവ് ആവും. അപ്പൊ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഏത് വെർഷനാണ് നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കാം. www വേർഷൻ വേണോ അല്ലെങ്കിൽ നോൺ www വേർഷൻ വേണോ? സപ്പോസ് sunny.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിന് സണ്ണിക്ക് ഞാൻ ചോദിക്കുകയാണ്, സണ്ണി
സണ്ണിയുടെ വെബ്സൈറ്റ് ഗൂഗിളിനകത്ത് കാണിക്കുമ്പോൾ www ചേർത്ത് www.sunny.com വേണോ, www ഇല്ലാതെ sunny.com വേണോ, ഏത് വെർഷനാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണിക്ക് ഒരു ഉത്തരം ഉണ്ടാവും. ഓക്കെ, www ഇരുന്നോട്ടെ ഇല്ലേ, ഒരു പവർ www.sunny.com അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ പ്രിഫേർഡ് വെർഷൻ. ഈ പ്രിഫേർഡ് വെർഷനിലേക്ക് മറ്റേ വെർഷനുകൾ റീഡയറക്ട് ചെയ്ത് പോകണം. മറ്റേ വെർഷൻ ആരെങ്കിലും ഓപ്പൺ ആക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന വെർഷനിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകുന്ന, അത് പെർമനന്റ് ആയിട്ട് റീഡയറക്ട് ചെയ്ത് പോകുന്ന ഒരു കോഡ് നമ്മൾ ആഡ് ചെയ്ത് ഒരു നിർദ്ദേശം നമ്മളെ വെബ്സൈറ്റിനകത്തുള്ള റൂട്ട് ഡയറക്ടറിക്കകത്തുള്ള .htss ഫയൽ വഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂ സോൾവ് ആയി. ഉദാഹരണത്തിന് ഞാനിപ്പോൾ വേറൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നേരത്തെ അതിന്റെ സ്കോർ മെച്ചപ്പെടുത്തി 74 ആകാൻ കാരണം ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, URL റിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SEO ചെയ്ത് തുടങ്ങുന്ന വെബ്സൈറ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനം ചെയ്യും. കണ്ടോ, ഇതിനകത്ത് റീഡർ www റിസോൾവ് നമ്മൾ ചെയ്തിട്ടുണ്ടോ, ഇത് പച്ചയായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ പച്ചയാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യം ഇതിന്റെ പ്രിഫേർഡ് വെർഷൻ സെലക്ട് ചെയ്യും. പ്രിഫേർഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതാണ് പ്രിഫേർഡ് വെർഷൻ. ഇത് നമ്മൾ കണ്ടോ, ഇതിനകത്ത് HTTPS നമുക്ക് എന്തായാലും വേണം, എസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പിന്നെ പഠിക്കുന്നുണ്ട്. HTTPS www.rahaayurveda.com ആണ് നമ്മളെ പ്രിഫേർഡ് വെർഷൻ. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മളെ പ്രിഫേർഡ് വെർഷൻ. ആ വെർഷനിലേക്ക് ബാക്കി വെർഷൻസ് പെർമനന്റ് ആയിട്ട് റീഡയറക്ട് ചെയ്യുന്ന ഒരു കോഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി കോഡ് ആഡ് ചെയ്യണത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഏതാണ് നമ്മൾ പ്രിഫേർഡ് വെർഷൻ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. സണ്ണിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, സണ്ണിയുടെ വെബ്സൈറ്റ് ഗൂഗിളിനകത്ത് കാണിക്കുന്നത് www.sunny.com വേണോ, www ഇല്ലാതെ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണിക്ക് അവിടെ ഒരു ഡൗട്ട് ചിലപ്പോൾ ഉണ്ടാകും, സാറേ ഇതിൽ ഏതായിരിക്കും നല്ലത് ഇല്ലേ. ആ ഡൗട്ട് രണ്ടാമത് നമ്മൾ ക്ലിയർ ചെയ്യാം. ആദ്യം സണ്ണിക്ക് ഒരു ചോയ്സ് കൊടുക്കാം. സണ്ണി പറയാണ്, സാറേ എനിക്ക് www മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്താണ്, www.sunny.com ആണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യേണ്ടത് നോൺ www റീഡയറക്ട് HTSSനകത്തുള്ള കോഡാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. സിമ്പിൾ ആണ്. ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളെ പ്രിഫേർഡ് വെർഷൻ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ സണ്ണി ഇവിടെ സെലക്ട് ചെയ്ത് ഏതാണ്, www വെർഷനാണ്. അപ്പോൾ www വെർഷനാണ് ചൂസ് ചെയ്തേക്കുന്നത് കൊണ്ട് നോൺ www നിന്ന് www റീഡയറക്ട് ചെയ്യാനുള്ള കോഡാണ് നമുക്ക് വേണ്ടത്. ഇവിടെ സണ്ണി ചൂസ് ചെയ്തത് നോൺ www വെർഷൻ ആണെങ്കിൽ നമ്മളിവിടെ അടിക്കേണ്ടത് www നോൺ www വെർഷൻ ആണ് അടിക്കേണ്ടത്. അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ റീഡയറക്ഷൻ കോഡ് ആഡ് ചെയ്യണ ബ്ലോഗ് പോസ്റ്റുകളോ ആർട്ടിക്കിൾസോ ഉണ്ടാവും. കണ്ടോ, ഇത് നല്ല കോഡാണ്. ഈ കോഡിനെ നമ്മൾ ഇവിടെ നിന്ന്, ഇതാണ് ആ കോഡ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സാമ്പിൾ കോഡുകൾ സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആക്കി സേവ് ചെയ്തൊക്കെ വെക്കാം, പിന്നീട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്താലും കിട്ടും. പക്ഷെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ URL കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് പാഡിലേക്ക് പോകണം. നോട്ട് പാഡ് എടുക്കുക. ഒരു സെക്കൻഡ്, ഞാൻ നോട്ട് പാഡ് റെക്കോർഡറിലോട്ട് ആക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് കാണിക്കുക. ഇപ്പൊ സ്ക്രീനിൽ വേറെ എന്തോ ആണ് കാണിക്കുന്നത്. ഓക്കെ, നോട്ട് പാഡ് എടുക്കുക. ഇതുവരെ ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ റീഡയറക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തുകൊണ്ടുവന്ന കോഡിനെ നമ്മൾ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും ചെയ്തില്ല. താഴെ വീണ്ടും വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ പേസ്റ്റ് ചെയ്തു. നമുക്ക് ഈ സാമ്പിൾ കോഡ് എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കി. ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് എടുത്തത്. എങ്ങനെ സെർച്ച് ചെയ്തു, നോൺ www to www വെർഷനാണ് സെർച്ച് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കോഡ്, സാമ്പിൾ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റ് sunny.com ആണെങ്കിൽ ഈ എക്സാമ്പിളിനെ മാറ്റിയിട്ട് സണ്ണി എന്നാക്കി കൊടുക്കുക. മനസ്സിലായോ? എന്നിട്ട് അതേ സംഭവം തന്നെ താഴെ എക്സാമ്പിളിനകത്ത് ബേസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കോഡ് കസ്റ്റമൈസ് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കോഡിന്, ഇതാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയ കോഡ്, ഈ കോഡിനെ കോപ്പി ചെയ്ത് sunny.comന്റെ cpanലിനകത്തേക്ക് ലോഗിൻ ചെയ്തിടുക. എങ്ങനെ കയറും, sunny.com/cpanൽ അടിക്കുമ്പോൾ ലോഗിൻ ഡീറ്റെയിൽസ് വരും. സണ്ണിയുടെ cpanൽ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് സണ്ണിയുടെ cpanലിനകത്തേക്ക് കയറും. അവിടെ ഫയൽ മാനേജർ എന്നുള്ള സാധനം ഉണ്ടാവും. ഫയൽ മാനേജറിനകത്ത് കടന്നു കഴിഞ്ഞാൽ അവിടെ പബ്ലിക് HTML എന്നുള്ള ഫോൾഡർ ഉണ്ടാവും. അതാണ് നിങ്ങളുടെ റൂട്ട് ഡയറക്ടറി. ഞാൻ 2-3 വട്ടം അതെടുത്ത് കാണിച്ചൊക്കെ തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും cpanലിലേക്ക് ഞാൻ ലോഗിൻ ചെയ്ത് കയറുന്നത്. ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ രണ്ടുപേരുമാണ് കണ്ടിട്ടുള്ളത്. നിജോ കണ്ടിട്ടുണ്ടാവും ഫയൽ അപ്ലോഡ് ചെയ്യുന്നത്? അന്ന് നിജോ ഉണ്ടായിരുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. ഇനി അടുത്തുള്ള സിറ്റുവേഷൻ ഞാൻ കാണിക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റ് അഡ്രസ്സിന്റെ കൂടെ /cpan അടിച്ചു കഴിഞ്ഞാൽ 98%, 99% വെബ്സൈറ്റുകളും ലോഗിൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തും. ചില വെബ്സൈറ്റുകളുണ്ട് cpanൽ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല, അതിന് സെപ്പറേറ്റ് URL ഉണ്ടാവും. ഉദാഹരണത്തിന് സിപ്പ് ഹോസ്റ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള ക്ലൗഡ് ഹോസ്റ്റിംഗ്, അങ്ങനെ പല സൈറ്റുകളുണ്ടാവും. അങ്ങനെയുള്ള ഹോസ്റ്റിംഗ് എടുത്തേക്കുന്ന കമ്പനികളിൽ വെബ്സൈറ്റ് അഡ്രസ്സിന്റെ കൂടെ ചിലപ്പോൾ cpanൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ പോർഷനിലേക്ക് പോകത്തില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യാനുള്ള പ്രത്യേക URL ഉണ്ടാകും. അത് നമ്മൾ ഹോസ്റ്റിംഗ് പാക്കേജിനകത്തൂടെ ഉണ്ടാകും. അത് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിന് ലോഗിൻ ഡീറ്റെയിൽസ്, യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും, cpanലിനകത്ത് എത്തും. cpanലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ
ഫയൽ മാനേജർ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഫയൽ മാനേജർ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫയൽ മാനേജർ ഓപ്പൺ ആവും. ഫയൽ മാനേജറിനകത്ത് പബ്ലിക് HTML എന്നൊരു ഫോൾഡർ ഉണ്ടാവും. ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ടാകും. അതിൽ പബ്ലിക് HTML ഫോൾഡർ ആണ് ഓപ്പൺ ആക്കേണ്ടത്. അതിനെ നമ്മൾ റൂട്ട് ഡയറക്ടറി എന്ന് പറയും. പബ്ലിക് HTML ഫോൾഡർ, അതാണ് നമ്മുടെ റൂട്ട് ഡയറക്ടറി. അതിനകത്ത് കയറി കഴിഞ്ഞാലാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഫയലുകളും ഫോൾഡേഴ്സും ഒക്കെ കാണാൻ പറ്റും. നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ഫോൾഡേഴ്സ് കിടക്കുന്ന ലിസ്റ്റിന്റെ തൊട്ടടുത്ത് കാണാൻ പ്രോബബ്ലി ഫോൾഡേഴ്സ് കഴിഞ്ഞ ഉടനെ കാണിക്കുന്ന ഫസ്റ്റ് ഫയൽ .htss എന്ന് പറഞ്ഞ ഫയലായിരിക്കും. .htss എന്നായിരിക്കും ഫയലിന്റെ നെയിം. ഈ ഫയലിന് ചില പ്രത്യേകതകളുണ്ട്. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫയലാണ്, സെൻസിറ്റീവ് ഫയലാണ്, ഇതൊരു ഹിഡൻ ഫയലാണ്. അപ്പം നിങ്ങളുടെ സെറ്റിംഗ്സിനകത്ത് ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് ഡിസേബിൾ ആയി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ നോക്കുമ്പോഴത്തേക്ക് അയ്യോ .htss ഫയൽ കാണുന്നില്ല എന്നേ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് HTTPS ഫയൽ അവിടെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അങ്ങനെ കൊടുത്തിട്ടും കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് .htss എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിനകത്ത് ഈ കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ sunny.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ ഗൂഗിളിനകത്ത് www.sunny.com എന്ന് മാത്രം കാണിച്ചാൽ മതി. അതാണ് ഞങ്ങളുടെ പ്രിഫേർഡ് വെർഷൻ. എന്താ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പോകണം? എന്താ URL റിസോൾവ് ആണ് നമ്മൾ ചെയ്യാൻ പോണതെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം, ഇപ്പം sunny.com എന്ന് അടിച്ചാലും www.sunny.com എന്ന് അടിച്ചാലും രണ്ടായിട്ട് തന്നെ ഓപ്പൺ ആകും. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ചെറിയ കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ ഇഷ്യൂ ഉണ്ട്, അത് ചെറിയ ഇഷ്യൂ ആണ്. അല്ലാത്ത മുറയ്ക്ക് വെബ്സൈറ്റിൽ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ, ചില ആൾക്കാർ www.sunny.com ലിങ്ക് ആഡ് ചെയ്യാം, ചില ആൾക്കാർ www ഇല്ലാത്ത sunny.com ലിങ്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ വരുന്ന ലിങ്കുകളുടെ മൊത്തത്തിലുള്ള പവർ ഒരു പോയിന്റിലേക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കുറേ ലിങ്ക് ഉണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും കിടക്കുക. അതിന്റെ പവർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവിടെ നമ്മൾ ആ www റിസോൾവ് അഥവാ URL റിസോൾവ് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ റീഡയറക്ഷൻ കോഡ് സെപ്പറേറ്റ് കസ്റ്റമൈസ് ചെയ്യുക. അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫേർഡ് വെർഷൻ സെലക്ട് ചെയ്യണം. എന്താണ് പ്രിഫേർഡ് വെർഷൻ സെലക്ട് ചെയ്യുന്നത്? www അടിച്ച് വേണോ അല്ലെങ്കിൽ www ഇല്ലാതെ വേണോ നമ്മളെ വെബ്സൈറ്റ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യേണ്ടത് എന്നുള്ള പ്രിഫേർഡ് വെർഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ വെർഷനിലേക്ക് മറ്റേ വെർഷൻ പെർമനന്റ് ആയിട്ട് റീഡയറക്ട് ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മൾ ഗൂഗിളിനകത്ത് എന്ത് ചെയ്തേ? നമ്മൾ പ്രിഫേർഡ് വെർഷൻ ഇവിടെ സെലക്ട് ചെയ്തത് www വെർഷനാണ് വേണ്ടതെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തത് non-www to www വെർഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് അത് റീഡയറക്ട് ചെയ്യാനുള്ള ഒരു കോഡ് കിട്ടി. നിങ്ങൾ കണ്ടല്ലോ, ആ കോഡ് നമ്മൾ കോപ്പി ചെയ്ത് ഇതേപോലെ നോട്ട് പാഡിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് താഴെ അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കുക. ഈ കസ്റ്റമൈസ് ചെയ്ത് കിട്ടിയ URL, ഈ കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. റീഡയറക്ട് കൗണ്ട് എന്ന് പറഞ്ഞൊരു ഡയറക്ഷനാണ് ഇവിടെ കൊടുക്കുക. ആരെങ്കിലും www ഇല്ലാതെ sunny.com എന്ന് അടിച്ചാൽ അത് www ചേർത്തുള്ള URL ആയിട്ട് റീഡയറക്ട് ചെയ്യണമെന്നും ഈ വെബ്സൈറ്റിന്റെ സകല ഫയൽസ്, അതായത് ഇത് കഴിഞ്ഞ് വരുന്ന ഈ ഡോളർ സിമ്പൽ ഇല്ലേ, ഇത് കഴിഞ്ഞ് വരുന്ന എല്ലാ ഫയൽസിനും ഇത് ബാധകമാണെന്നുമാണ് ഈ കൊടുത്തേക്കുന്നതിന്റെ റൂള്. പിന്നെ തൊട്ട് താഴെ ബ്രാക്കറ്റിനകത്ത് കൊടുത്തേക്കുന്ന ഒരു റൂൾ ഉണ്ട്. R=301 എന്ന് പറഞ്ഞാൽ ഇത് പെർമനന്റ് റീഡയറക്ഷൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് പെർമനന്റ് ആയിട്ട് റീഡയറക്ട് ചെയ്തിരിക്കുന്നു. പെർമനന്റ് ആയിട്ട് sunny.comനെ www.sunny.com പെർമനന്റ് ആയിട്ട് റീഡയറക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പെർമനന്റ് റീഡയറക്ഷൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം, ആരെങ്കിലും പണ്ടൊക്കെ www ഇല്ലാത്ത sunny.com ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിന്റെ മൊത്ത പവറും ഇനി എങ്ങോട്ടായിരിക്കും പാസ് ചെയ്യുക? www വെർഷനിലേക്കായിരിക്കും പാസ് ചെയ്യുക പെർമനന്റ് ആയിട്ട്. പെർമനന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ഇക്വിറ്റിയുടെ പ്രത്യേകത, പഴയ പേജിന് എന്തൊക്കെ ഗുണമുണ്ട്, പഴയ URL എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യും പുതിയ URLിലേക്ക്. അതാണ് പെർമനന്റ് റീഡയറക്ഷന്റെ പ്രത്യേകത. ഇത് ഇന്റർവ്യൂവിന് ചോദിക്കാറുണ്ട്. പെർമനന്റ് റീഡയറക്ഷൻ എങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ എന്നാൽ എന്ത് എന്നൊക്കെ ചോദിക്കും. റീഡയറക്ഷൻ 301 എന്ന് എഴുതി കൊടുക്കുന്ന റൂളിനെയാണ് പെർമനന്റ് റീഡയറക്ഷൻ എന്ന് പറയുക. ഈ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ മാത്രമല്ല, വളരെ ചെവി കൂർപ്പിച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. പെർമനന്റ് റീഡയറക്ഷനും ടെമ്പററി റീഡയറക്ഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ റീഡയറക്ട് ചെയ്യുന്ന വെബ്സൈറ്റ് ടെമ്പററി ആയിട്ടാണ് റീഡയറക്ട് ചെയ്യുന്നതെങ്കിൽ 302 ആണ് കൊടുക്കുക. പെർമനന്റ് റീഡയറക്ഷൻ 301 ആണെങ്കിൽ ടെമ്പററി റീഡയറക്ഷൻ 302 ആണ്. ടെമ്പററി റീഡയറക്ഷന്റെ പ്രത്യേകത, അവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുതിയ URLിലേക്ക് പോകാൻ പറ്റുമെങ്കിലും പഴയ URLിലുണ്ടായിരുന്ന ഒരു പവറും പുതിയ URLിലേക്ക് ഫോർവേഡ് ചെയ്യത്തില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പെർമനന്റ് റീഡയറക്ഷനും ടെമ്പററി റീഡയറക്ഷനും ചെയ്യുന്ന സിറ്റുവേഷൻ അടക്കം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ഒരു സ്ഥാപനം, സോഫ്റ്റ് ലൂമിന്റെ താഴത്തെ എൻട്രൻസിന്റെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ ഡോറിന്റെ അവിടെ ഒരു ബോർഡ് ഞാൻ വെക്കുകയാണ്. ഈ ബിൽഡിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന സോഫ്റ്റ് ലൂം തൽക്കാലത്തേക്ക് MG റോഡിലുള്ള ആലപ്പാട് ആർക്കേഡിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ ബോർഡ് വെച്ചിരിക്കുന്നത്.
അപ്പോൾ അവിടെ വരുന്ന ആളിന് എന്ത് മനസ്സിലാകും? ഓ, സോഫ്റ്റ് ലൂം ഇപ്പോൾ ഇവിടെ അല്ല, MG റോഡിലുള്ള ആലപ്പാട് ആർക്കേഡിൽ പോകണം. മനസ്സിലായോ? അങ്ങോട്ട് റീഡയറക്ട് ചെയ്യുന്നു. അവിടെ തൽക്കാലത്തേക്ക് എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ടെമ്പററി റിഡക്ഷനാണ്. ടെമ്പററി ആയിട്ട് അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു, തൽക്കാലത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി ഒരാൾ വീണ്ടും ഒരു 4 മാസം കഴിഞ്ഞിട്ടോ 2 മാസം കഴിഞ്ഞിട്ട് സോഫ്റ്റ് ലൂമിലേക്ക് വരുന്ന സമയത്ത് അന്ന് അവർ തൽക്കാലത്തേക്ക് മാറ്റിയിരുന്നു, ഒരുപക്ഷെ അവർ തിരിച്ചു വന്നിട്ടുണ്ടാകും എന്നുള്ള ധാരണയിൽ വീണ്ടും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? എന്നാൽ നമ്മൾ വെച്ചിരിക്കുന്ന ബോർഡ് ഇവിടെ ഉണ്ടായിരുന്ന സോഫ്റ്റ് ലൂം പെർമനന്റ് ആയിട്ട് ഇൻഫോ പാർക്കിലുള്ള ഇന്ന ബിൽഡിങ്ങിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ ബോർഡ് കണ്ട ആൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സോഫ്റ്റ് ലൂം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മളൊരു വെബ്സൈറ്റിനെ പെർമനന്റ് റിഡക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് അതുവരെ ആ പഴയ പേജിനുണ്ടായിരുന്ന സകല പ്രൗഢി എന്ന് പറഞ്ഞത് പവർ, വേറെ എവിടെന്നെങ്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന റെക്കമെൻഡേഷൻസോ മെൻഷൻസോ വെബ്സൈറ്റുകളിൽ നിന്ന് വരുന്ന ലിങ്കുകളോ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് ബ്ലോഗറോ വേർഡ്പ്രസ്സിലോ ഒക്കെ ബുക്ക് മാർക്ക് ചെയ്ത് കിട്ടിക്കുന്ന ലിങ്ക്സോ ഒക്കെയും പഴയ URLിലേക്ക് വന്നുകൊണ്ടിരുന്ന പവർ, ഇക്വിറ്റി എല്ലാം പെർമനന്റ് ആയിട്ട് പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ 301 അടിച്ചാണ് നമ്മൾ റീഡയറക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം സകലതും പുതിയ പേജിലേക്ക് പോകും. അവിടെ നമ്മൾ പഴയ പേജിന് എന്തെങ്കിലും പേജ് അതോറിറ്റി ഉണ്ടെങ്കിലോ ഡൊമൈൻ അതോറിറ്റി ഉണ്ടെങ്കിലോ പണ്ടത്തെ ഗൂഗിളിന്റെ പേജ് റാങ്ക് ഒക്കെ ഉള്ള ഒരു പേജിന് നമ്മൾ പെർമനന്റ് ആയിട്ട് വേറൊരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേജിന്റെ പേജ് റാങ്ക് മറ്റേ പേജിലേക്ക് പോകും. അപ്പൊ 4 പേജ് റാങ്കുള്ള ഒരു പേജ് sunny.com-നകത്ത് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ പെർമനന്റ് ആയിട്ട് വേറൊരു പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് കഴിഞ്ഞാൽ sunny.com-ന്റെ ആ പേജിനുണ്ടായിരുന്ന 4 പേജ് റാങ്ക് അങ്ങനെ തന്നെ മറ്റേ പേജിലേക്ക് പോകും. സകല ഇക്വിറ്റിയും ആ ലിങ്ക് വഴി വന്നുകൊണ്ടിരുന്ന പവർ എല്ലാം പുതിയ URLിലേക്ക് പാസ് ചെയ്യുന്നു, പെർമനന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിടിയോ? എന്നാൽ അവിടെ ടെമ്പററി ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ 2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ നമ്മൾ സോഫ്റ്റ് ലൂമിനകത്ത് ഹോസ്റ്റിംഗ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഹോസ്റ്റിംഗ് ഭയങ്കര നഷ്ടത്തിലായതുകൊണ്ട് നമ്മൾ നിർത്തി. ഹോസ്റ്റിംഗ് വലിയ പ്രശ്നമാണ്. നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സെർവറൊക്കെ ഹൈ സെക്യൂർ ആയിരിക്കണം, അതിന് പെർമനന്റ് IP ഉണ്ടാകണം, കറണ്ട് ഒന്നും പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട് നമുക്ക് ഹോസ്റ്റിംഗ് വഴി വലിയ ഏണിങ്സ് ഒന്നും കിട്ടുന്നില്ല. ഇതിനകത്താണെങ്കിൽ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റിംഗ് എഞ്ചിനീയർ ഉണ്ട്, അതിന് വലിയ ഫീസ് അയാൾക്ക് ശമ്പളമായിട്ട് കൊടുക്കണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ഉള്ള കോസ്റ്റ് ഹോസ്റ്റിങ്ങിന്റെ പാക്കേജ് വഴി കിട്ടുന്നുമില്ല. ഒരു 10-25 വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കൂടെ ഇത്ര 1000 രൂപയെ കിട്ടുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഇരട്ടി പൈസ ഇവിടെ IP അഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനും UPS മെയിൻറ്റെയിൻ ചെയ്യാനും സിസ്റ്റത്തിന്റെ സർവീസിനും ഹോസ്റ്റിംഗ് എഞ്ചിനീയർക്ക് പൈസ കൊടുക്കണ്ടേ? ഇതെല്ലാം കൂടെ ചേർത്ത് മുതലാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്തു? ഹോസ്റ്റിംഗ് സർവീസ് നടത്തി, സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹോസ്റ്റിംഗ് സർവീസിന്റെ പേജിനെ പെർമനന്റ് ആയിട്ട് വേറൊരു പേജിലേക്ക് റീഡയറക്ട് ചെയ്യാം. ഇനി നമുക്ക് ഹോസ്റ്റിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ വരേണ്ട ആവശ്യമില്ല, പെർമനന്റ് ആയിട്ട് റീഡയറക്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ഇക്വിറ്റി എല്ലാം വേറൊരു പേജിലേക്ക് ആയിരിക്കും പാസ് ചെയ്യുക. ഇനി ആ പേജ് നമുക്ക് റാങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. എന്നാൽ നമ്മളുടെ ഹോസ്റ്റിംഗ് എഞ്ചിനീയർ 6 മാസത്തേക്ക് വിദേശത്ത് പോകുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഹോസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. 6 മാസത്തേക്ക് നമ്മൾ ഇനി ഹോസ്റ്റിംഗ് വർക്ക് എടുക്കുന്ന പരിപാടി ഉണ്ടാവില്ല. പക്ഷേ ഇയാൾ പോയിക്കാണ്, അയാൾ തിരിച്ചു വരുമ്പോൾ 6 മാസം ട്രെയിനിങ് കഴിഞ്ഞ് അയാൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഹോസ്റ്റിംഗ് വർക്ക് നമ്മൾ സർവീസ് റീസ്റ്റാർട്ട് ചെയ്യും, ഉറപ്പാണ്. അങ്ങനെയാണ് നമ്മൾ നടത്തണമെങ്കിൽ അവിടെ ടെമ്പററി റിഡക്ഷൻ കൊടുത്താൽ മതി. അവിടെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 302 എഴുതിയാൽ മതി. ആ സമയം വരെ നമ്മളുടെ പരിചയത്തിലുള്ള വേറൊരു കമ്പനിയിലേക്ക് നമ്മളെ ഹോസ്റ്റിംഗിന്റെ പേജിനെ റീഡയറക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇക്വിറ്റി ഒന്നും അങ്ങോട്ട് പാസ് ചെയ്ത് പോകത്തില്ല. മനസ്സിലായോ? എന്നാൽ നമ്മളെ ഹോസ്റ്റിംഗ് എഞ്ചിനീയർ തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ റീഡയറക്ഷൻ എടുത്തോളാം. അപ്പോൾ പഴയതുപോലെ നമ്മളെ പേജ് വീണ്ടും റാങ്ക് ചെയ്ത് വരും. മറ്റൊന്ന്, നമ്മളെ പേജ് കാണിക്കുന്ന ആൾക്കാർ ക്ലിക്ക് ചെയ്ത് അവർ അങ്ങോട്ടായിരിക്കും പോവുക. നമ്മളൊരു പരിചയക്കാരനായതുകൊണ്ട് അത്രയും കാലം അവർക്ക് അവരെടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ഇതാണ് 301-ഉം 302-ഉം തമ്മിലുള്ള വ്യത്യാസം. 301 നിങ്ങൾക്ക് ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാം. 301 ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കണം. പെർമനന്റ് റീഡയറക്ഷൻ എന്ത് കോഡാണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 301 റീഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. ഇറ്റ്സ് പെർമനന്റ് റീഡയറക്ഷൻ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പഴയ URLിലേക്ക് വന്നിരിക്കുന്ന ലിങ്കും പവറും ഇക്വിറ്റി എല്ലാം പെർമനന്റ് ആയിട്ട് പുതിയ URLിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 301 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇത് ആഡ് ചെയ്യുന്ന ഈ കോഡ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ആഡ് ചെയ്യുന്നത്? നമ്മളെ വെബ്സൈറ്റിനകത്ത് cPanel-നകത്ത് ഫയൽ മാനേജർ എടുത്ത് പബ്ലിക് HTML ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് .hts എന്നുള്ള ഫയൽ .htaccess എന്ന് പറഞ്ഞ ഫയലിനകത്തേക്കാണ് പേസ്റ്റ് ചെയ്യുക. സർ, ഇങ്ങനെ നമ്മൾ റീഡയറക്ഷൻ ചെയ്യുന്നതിനാണോ റിസോൾവ് എന്ന് പറയുന്നത്? ഇങ്ങനെ റീഡയറക്ട് ചെയ്ത്
നമ്മളെ URLsന് കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഉണ്ടാക്കാതെ, ബ്രൗസറിന് ഉണ്ടാക്കാതെ, അതിന്റെ പവർ കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക് ഇക്വിറ്റി പാസ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് URL റിസോൾവ് എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മളെ വെബ്സൈറ്റ് HTTPയോ HTTPSലോട്ട് മാറ്റുകയോ www എന്നുള്ളത് www ഇല്ലാതെ വെർഷനിലോട്ട് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? നമ്മളെ URL ഒരു പർട്ടിക്കുലർ URLിലേക്ക് പെർമനന്റ് ആയിട്ട് റീഡയറക്ട് ചെയ്യുന്ന സംഗതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ URL റിസോൾവ് ചെയ്ത് സെറ്റ് ആയിക്കോളും. അല്ല സാർ, കുറച്ചൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, എന്താണ് URL റിസോൾവ് എന്ന് ചോദിച്ചിരുന്നു. അതിന്റെ ആൻസർ ഇങ്ങനെ പറയാം. നമ്മളെ വെബ്സൈറ്റിന്റെ പേജുകൾ ഡിഫറെന്റ് വേർഷൻ URL, ഉദാഹരണത്തിന് www ചേർത്തോ www ചേർക്കാതെ അടിക്കുമ്പോൾ ഡിഫറെന്റ് വേർഷൻ ആയിട്ട് ഓപ്പൺ ആകുന്നത് വെബ്സൈറ്റിന് ഒരു ഡിഫക്റ്റ് ആണ്. അത് നമ്മൾ ഒരു പെർമനന്റ് ഒരു പ്രിഫേർഡ് വേർഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ പ്രിഫേർഡ് വേർഷനിലേക്ക് മറ്റേ വേർഷനുകളെ റീഡയറക്ട് ചെയ്യുന്ന പ്രക്രിയയാണ് URL റിസോൾവ് എന്ന് പറയുക. റിപ്പീറ്റ് ചെയ്യണോ? ഒന്നുകൂടെ പറയാം. അതായത് നമ്മളെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഡിഫറെന്റ് URL വേർഷനുകളിൽ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ www.sunny.com എന്ന് അടിക്കുമ്പോഴും www ഇല്ലാതെ sunny.com എന്ന് അടിക്കുമ്പോഴും രണ്ടും രണ്ടായിട്ട് തന്നെ ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വെബ്സൈറ്റിനെ സംബന്ധിച്ചുള്ള ഡിഫക്റ്റ് ആണ്. അതിലേക്ക് വരുന്ന ലിങ്കുകൾ ഒരു പോയിന്റിലേക്ക് പോയിന്റ് ചെയ്ത് നമുക്ക് കിട്ടത്തില്ല, രണ്ട് ഡയറക്ഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്ത് നമ്മളൊരു പ്രിഫേർഡ് വെർഷൻ ചൂസ് ചെയ്തിട്ട് നമ്മളെ വെബ്സൈറ്റ് ഏത് വെർഷൻ വേണം, www.sunny വേണോ www ഇല്ലാത്ത sunny.com വേണോ നമ്മൾ തീരുമാനിച്ചിട്ട് ആ വെർഷനിലേക്ക് മറ്റേ വേർഷനുകളെ റീഡയറക്ട് ചെയ്യുന്ന ഒരു സംഗതി നമ്മൾ ചെയ്യാറുണ്ട്. ആ റീഡയറക്ഷൻ കോഡ് .htts ഫയലിനകത്താണ് നിർദ്ദേശം കൊടുക്കുക. അങ്ങനെ നിർദ്ദേശം കൊടുത്ത് നമ്മൾ പെർമനന്റ് ആയിട്ട് നമ്മളെ പ്രിഫേർഡ് വെർഷനിലേക്ക് മറ്റേ വെർഷനുകളെ റീഡയറക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് URL റിസോൾവ് എന്ന് പറയുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താ, ആരെങ്കിലും www ഇല്ലാതെ sunny.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ www വെർഷനിലേക്ക് ആയിരിക്കും പോകും. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ റാഹ www വെർഷനിലേക്കാണ് നമ്മൾ റീഡയറക്ട് ചെയ്തത്. അപ്പോൾ വെറുതെ ആരെങ്കിലും raha.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കുന്ന URL ശരിക്കും ഇതിന്റെ URL നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും www ഉള്ള URL ആണ്. കണ്ടോ, www ഇപ്പം google.com എന്ന് വെറുതെ അടിച്ചു, google.com എൻ്റർ ചെയ്തപ്പോൾ ശരിക്കും ഇത് ഓപ്പൺ ആക്കിയിരിക്കുന്ന URL നിങ്ങൾ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് നോക്കി, അവിടെ എന്തുണ്ട്, www ഉണ്ട്. ഫേസ്ബുക്ക്, ഗൂഗിൾ, ഇതൊക്കെ അവിടെ www മാത്രമല്ല HTTPS www.google.com പെർമനന്റ് ആയിട്ട് റീഡയറക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അതാണ് ഓപ്പൺ ആവുക. ആരെങ്കിലും ലിങ്ക് ആഡ് ചെയ്ത് ഇപ്പം ഒരാൾ എടുത്തിട്ട് ഈ www ഇല്ലാത്ത URLിലേക്ക് റീഡയറക്ട് ചെയ്ത് കൊടുത്തു, HTTP www ഇല്ലാതെ google.com, അങ്ങനെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന ആൾ ഏത് ഓപ്ഷനെ ഓപ്പൺ ആവത്തുള്ളൂ, www വെർഷനെ ഓപ്പൺ ആവത്തുള്ളൂ. അതിന്റെ ഇക്വിറ്റി എങ്ങോട്ടേ പാസ് ചെയ്ത് പോകത്തുള്ളൂ, www വെർഷനിലേ പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിനാണ് www വെർഷൻ അല്ലെങ്കിൽ URL റിസോൾവ് എന്ന് പറയുക. ക്ലിയർ ആയോ നിജോ? ഓക്കെ, ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇത് ചെയ്യാനായിട്ട് നമ്മൾ കോഡ് ആഡ് ചെയ്യുന്ന HTSS ഫയലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാം. ഞാൻ നേരത്തെ 2-3 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. HTSS ഫയൽ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫയലാണ്, സെൻസിറ്റീവ് ആണ്, വളരെ സെൻസിറ്റീവ് ആണ്. ഇതൊരു ഹിഡൻ ഫയലും കൂടിയാണ്. 3 കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് .htss ഫയലിനെ ഹിഡൻ ഫയലാക്കി വെച്ചിരിക്കുന്നത്? അതിന്റെ ആൻസർ അതൊരു സെൻസിറ്റീവ് ഫയൽ ആയതുകൊണ്ടാണ്. അത് ക്ലിയർ ആക്കാം. നമ്മൾ സാധാരണ വെബ്സൈറ്റിനകത്തുള്ള ഏതെങ്കിലും ഫയലുകളിലൊക്കെ എഡിഷൻ വരുത്തുന്ന ലാഘവത്തോടെ .htss ഫയലിനെ എടുത്തിട്ട് ഇൻവാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എഡിഷൻ നമ്മൾ വരുത്തി പോയാൽ എൻ്റെ വെബ്സൈറ്റും വർക്കാവില്ല. എൻ്റെ വെബ്സൈറ്റും വർക്കാവാതെ ഒരു സ്ഥിതിയിലോട്ട് പോകും. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ എഡിഷൻ, വാലിഡ് അല്ലാത്തൊരു ചെറിയ എഡിഷൻ പോലും വെബ്സൈറ്റിന്റെ വർക്കിങ്ങിനെ ബാധിക്കുന്നത് കൊണ്ടാണ് .htss ഫയലിനെ സെൻസിറ്റീവ് ഫയൽ എന്ന് പറയാം. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഫയൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെബ്സൈറ്റിലേക്ക് ഒരാൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ വിസിറ്റർ അടിക്കുന്ന URL അടിച്ച് നെയിം സെർവർ വഴി നമ്മളുടെ ഫയൽ ട്രാൻസ്ഫറിന്റെ റിക്വസ്റ്റുകൾ ചാലു ആകുമ്പോൾ, അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ റിക്വസ്റ്റുകൾ സ്റ്റാർട്ട് ആകുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു ഫയൽ കൂടിയാണ് .htss ഫയൽ. ആ ഫയലിനകത്ത് കൊടുത്തേക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുക. ഒന്നും മനസ്സിലായി കാണത്തില്ല, ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് sunny.com വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന അഞ്ജന ആദ്യം എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിനകത്ത് ബ്രൗസർ എടുത്തിട്ട് sunny.com എന്ന് അടിച്ച് എൻ്റർ കൊടുക്കും, ഇല്ലേ? ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുമ്പോൾ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. sunny.com എന്നുള്ള വെബ്സൈറ്റ്
സണ്ണി ഒരു ഡൊമൈൻ ബുക്ക് ചെയ്ത് ഒരു ഹോസ്റ്റിംഗ് പാക്കേജ് എടുത്ത് ഗോഡാഡിക്കകത്ത് എവിടെയെങ്കിലും ഒരു സെർവറിന്റെ ഒരു ചെറിയ സ്പേസ് ഹോസ്റ്റിങ്ങിന് വേണ്ടി വാങ്ങിച്ചിട്ട് അവിടെ ആയിരിക്കും സണ്ണിയുടെ ഫയൽസ് അപ്ലോഡ് ചെയ്യുക. അപ്പം അഞ്ജന sunny.com എന്ന് അടിക്കുമ്പോൾ ബ്രൗസറിൽ നിന്ന് സണ്ണിയുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തേക്കുന്ന സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് പോകും. ഫയൽ ട്രാൻസ്ഫർ റിക്വസ്റ്റ് എന്നാണ് എന്നെ പറയാം. അപ്പൊ ഈ റിക്വസ്റ്റ് ചെല്ലുമ്പോൾ സെർവറിനകത്ത് എത്തി അവിടെ നിന്ന് sunny.com ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി ഏതൊക്കെ ഫയലാണോ ആ സെർവറിൽ നിന്ന് നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത്രയും ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്ത് നമ്മളെ ബ്രൗസറിനകത്ത് വന്ന് ബ്രൗസറാണ് ഇത് റെൻഡർ ചെയ്ത് കാണിക്കുക. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്നുണ്ടാവും. നമ്മൾ google.com എന്ന് അടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ ഗൂഗിളിന്റെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തേക്കുന്ന സെർവറിലേക്ക് റിക്വസ്റ്റ് ചെല്ലുകയും google.com എന്നുള്ള ഫയൽ അല്ലെങ്കിൽ പേജ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫയലുകളോ എന്തൊക്കെ വേണം, ഇപ്പോൾ ലോഗോ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് വേണം, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വേണം, ഇതൊക്കെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് നമ്മളെ ബ്രൗസറിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ ബ്രൗസറാണ് ഇതിനെ റെൻഡർ ചെയ്ത് കാണിക്കുക. സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന ഈ പ്രോസസ്സാണ്. അപ്പൊ ഇങ്ങനെ ഫയൽ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെല്ലുമ്പോൾ സെർവറിലേക്ക് ചെല്ലുമ്പോൾ ആ പേജ് എങ്ങനെ ഓപ്പൺ ആക്കണം, ഓപ്പൺ ആക്കുന്ന വേർഷൻ www ഓപ്പൺ ആക്കണോ, www ഇല്ലാതെ ഓപ്പൺ ആക്കണോ, ഫയൽസ് കംപ്രസ് ചെയ്ത് അയക്കണോ, കംപ്രസ് ചെയ്യാതെ അയക്കണോ, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ആദ്യം എടുക്കുന്ന ആരാണ്? ഈ HTSS ഫയലാണ്. ഇങ്ങനെ ഒരു വെബ് പേജ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഇനിഷ്യൽ സ്റ്റേജസിലുള്ള പല കാര്യങ്ങളുടെയും കൈകാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത് HTSS ഫയലിനകത്ത് ആയതുകൊണ്ടാണ് .htss ഫയലിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഫയൽ എന്ന് പറയാം. എന്നാൽ ഒരു വെബ്സൈറ്റിനകത്ത് .htss ഫയൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ ഒരു നിർദ്ദേശങ്ങളൊന്നുമില്ല. ഉദാഹരണത്തിന് അഞ്ജനിക്കൊരു വീടുണ്ട്, അവിടെ മതിൽ കെട്ടി നല്ല മുള്ളുവേലിയൊക്കെ കെട്ടി അവിടെ ഒരു വലിയ ഗേറ്റൊക്കെ വെച്ച് പൂട്ടി താക്കോലെടുത്തിരിക്കുന്ന സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ആ ഡോറ് വഴി തുറന്ന് പൂട്ട് തുറന്ന് ഗേറ്റ് വഴി നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. എന്നാൽ മതിലും കോമ്പൗണ്ടൊന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ചുമ്മാ യഥേഷ്ടം നടന്നു പോകാം. ഒരു HTSS ഫയൽ ഇല്ലാത്ത ഒരു വെബ്സൈറ്റിനെ നമുക്ക് ഈ കോമ്പൗണ്ടും വാളും അല്ലെങ്കിൽ ഗേറ്റും ഒന്നും ഇല്ലാത്തൊരു വീടായിട്ട് സങ്കല്പിക്കാം, വെറുതെ കയറി പോകാം. പക്ഷേ മറ്റിടത്ത് ഒരു ഡോറുണ്ട്, ആ ഡോർ തുറന്നാലേ കയറാൻ പറ്റത്തുള്ളൂ. ഇനി അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിലോ, അയാൾ നമ്മളെ നോക്കി ആരാണെന്ന് ചോദിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അതിനകത്ത് കയറ്റി വിടത്തുള്ളൂ. അതേപോലത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് വെബ്സൈറ്റിനകത്ത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്ന ഒരു ആളിന് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ചെല്ലുമ്പോൾ ഏത് നിർവഹിക്കുന്നത്? .htss ഫയലിൽ നിർവഹിക്കുക. ആ .htss ഫയലിനകത്ത് എന്തൊക്കെയാണോ നിർദ്ദേശങ്ങൾ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത് ആ നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ വെബ് പേജിന്റെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. ഇവിടെ www എന്ന് പറഞ്ഞൊരു കോഡ് നമ്മൾ എഴുതിയില്ലേ, ആ കോഡ് നമ്മൾ .htss ഫയലിനകത്ത് ആഡ് ചെയ്ത് സേവ് ചെയ്ത് അടുത്ത നിമിഷം മുതൽ ആ സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും? ആരെങ്കിലും sunny.com ഓപ്പൺ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് www.sunny.com ആക്കിയേ ഓപ്പൺ ആക്കാൻ അവർ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെബ്സൈറ്റിന്റെ റിക്വസ്റ്റ് നമ്മൾ www ഇല്ലാതെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ എന്തായിട്ട് ഓപ്പൺ ആകത്തുള്ളൂ? www.sunny.com എന്നായിട്ട് ഓപ്പൺ ആകത്തുള്ളൂ. ഇതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോയിന്റുകൾ മനസ്സിലായോ? ലാസ്റ്റ് പറഞ്ഞ പോയിന്റുകൾ സിമ്പിൾ ആണ്. .htss ഫയലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. .htss ഫയലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2-3 പോയിന്റുകൾ പറഞ്ഞു. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫയലാണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഇതൊരു സെൻസിറ്റീവ് ഫയലാണെന്ന് പറഞ്ഞു. ഹിഡൻ ഫയലാണെന്ന് പറഞ്ഞു. ഹിഡൻ ഫയലാക്കി വെച്ചേക്കുന്നതിന്റെ മെയിൻ കാരണം സെൻസിറ്റീവ് ഫയൽ ആയതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. നമ്മളൊരു വെബ്സൈറ്റിന്റെ HTSS ഫയലിനെ എടുത്തിട്ട് ഒരു ചെറിയ എഡിഷൻ, സാധാരണ പേജുകളിലൊക്കെ നമ്മൾ പല എഡിഷൻസ് വരുത്തുമല്ലോ, ടൈറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, ഓൾട്ട് കൊടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം അബദ്ധത്തിന് .htss ഫയലിനെ എടുത്തിട്ട് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് അല്ല, ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു എഡിഷൻ വരുത്തിയെന്ന് വെച്ചു. എന്തിന്? sunny.com എന്നുള്ള വെബ്സൈറ്റിന്റെ സി ഫയലിനകത്ത് കയറി HTSS ഫയൽ എടുത്തിട്ട് അതിനകത്ത് ഒരു കുത്തിട്ടെന്ന് വെച്ചു, വെറുതെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു സ്ഥലത്ത് വെറുതെ ഒരു ഫുൾ സ്റ്റോപ്പ് മാത്രം കൊടുത്തു. അപ്പൊ തന്നെ എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സണ്ണിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവത്തേയില്ല. എൻ്റെ വെബ്സൈറ്റിന്റെ പേജുകളെ അത് ബാധിക്കും. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ഫയലിനകത്ത് ഒരു എറർ വന്നു കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് HTSS ഫയലിനകത്ത് ഒരു ചെറിയ ഇൻവാലിഡ് ആയിട്ടുള്ള എഡിഷൻ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ വെബ്സൈറ്റിനെയും ബാധിക്കും എന്നുള്ളത് കൊണ്ട്. ഉദാഹരണത്തിന് ആമസോൺ പോലെയൊക്കെയുള്ള വലിയൊരു ഷോപ്പിംഗ് സൈറ്റിനകത്ത് HTSS ഫയലിനകത്ത് ഒരു സെക്കൻഡ് വർക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപയുടെ നഷ്ടം വരുമായിരിക്കും. അതുപോലെ വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് അത് മാറും എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഹിഡൻ ആക്കി വെച്ചിരിക്കുന്നത്. ഹിഡൻ ഫയൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ കാണാൻ പറ്റത്തില്ലല്ലോ. ഹിഡൻ ഫയൽസ് ഇനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് അത് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എഡിറ്റ് ചെയ്ത് തെറ്റുകൂടാതെ എഡിഷൻ വരുത്തുന്ന രീതിയിൽ ഒരു സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഫയലിനെ സെൻസിറ്റീവ് ഫയൽ, അത്രയും സെൻസിറ്റീവ് ഉള്ള ഫയൽ ആയതുകൊണ്ടാണ് ഇതിനെ
ഹിഡൻ ഫയലാക്കി വെച്ചേക്കണം. അപ്പൊ നമ്മൾ ഇന്ന് URL റിസോൾവ് പഠിച്ചു, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണെന്ന് പഠിച്ചു, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന HTSS ഫയലിനെ പറ്റി പഠിച്ചു അല്ലെ. HTSS ഫയൽ ദേ വന്ന് ക്വസ്റ്റ്യൻ. നീജോ കേട്ടല്ലോ, സണ്ണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടോ അവിടെയുള്ള ഡെവലപ്പർമാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതിയോ? ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മളെ വെബ്സൈറ്റിനകത്തുണ്ട്. WW എന്ന് അടിക്കുമ്പോഴും വെബ്സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട്, WW ഇല്ലാതെ അടിക്കുമ്പോഴും അങ്ങനെ തന്നെ ഓപ്പൺ ആവുന്നത് നമുക്കൊരു ഡിഫക്റ്റ് ആണ്. അതിന് നമ്മൾ പെർമനന്റ് ആയിട്ട് നമ്മളെ പ്രിഫേർഡ് വെർഷൻ ആയിട്ടുള്ള WW റീഡയറക്റ്റ് ചെയ്യണം എന്ന് ഡെവലപ്പർമാരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പർമാർ അത് ചിലപ്പോൾ ഒരു അരമണിക്കൂറിൽ ചെയ്ത് തീർക്കും. എക്സ്പീരിയൻസ് ഇല്ലാത്തതിനെ കുറിച്ച് ഒരു ഗ്രാഹ്യം ഇല്ലാത്ത ഡെവലപ്പർ നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഇരുന്ന് റിസർച്ച് തുടങ്ങും. ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയുള്ള ഒരു കോഡ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ സോൾവ് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് തരും. ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കുന്ന ഡെവലപ്പർമാരും ഉണ്ട്. അവർ കുത്തിയിരുന്ന് ഇതിനെ കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് വെബ്സൈറ്റിൻ്റെ cPanel ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ കാണിച്ചെന്ന മെത്തേഡ് നിങ്ങൾക്ക് ഏത് പ്രിഫേർഡ് വെർഷൻ വേണമെന്നുള്ളതിനകത്ത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ അടിക്കും. ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലയൻറ്റിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. ക്ലയൻറ്റ് അടുത്ത് ചോദിക്കണം, സാറേ നമ്മളെ വെബ്സൈറ്റ് WW ചേർത്ത് വെബ്സൈറ്റ് വേണോ, WW ഇല്ലാതെ ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യണമോ എന്ന് സാറിന് എന്താ ഒപ്പീനിയൻ? പ്രോബബ്ലി ക്ലയൻറ്റ് പറയാൻ ചാൻസ് ഉള്ളത് ഏതാണ് നല്ലത്, അത് ചെയ്തോ എന്ന് പറയും. അവിടെയും നമ്മൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടതല്ലേ, ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറയില്ല. അനാലിസിസ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളെ കണ്ണിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാതെ കിടക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ അനാലിസിസ് റിപ്പോർട്ടിനകത്ത്, ഇനിഷ്യൽ അനാലിസിസ് റിപ്പോർട്ടിനകത്ത് ഇത് ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിജോ ചോദിച്ച ഡൗട്ട്, ഇത് നമ്മൾ ഇനിഷ്യലി ഉണ്ടാക്കുന്ന റിപ്പോർട്ടിനകത്ത് ഇത് ഉൾപ്പെടുത്തണ്ടേ എന്നാണ്. ഉൾപ്പെടുത്തണം, ഉറപ്പായിട്ട് ഉൾപ്പെടുത്തണം. അതിനുശേഷം നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത റിപ്പോർട്ടിനകത്ത് അതിന്റെ പ്രോഗ്രസിനകത്ത് ഒക്കെ ഞാൻ ഈ ഇഷ്യൂ സോൾവ് ചെയ്തു, ഇങ്ങനെയുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റാങ്കിങ് വരാൻ താമസം എടുക്കും എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് ആ റിപ്പോർട്ടുകളുടെ ഒരു കമ്പാരിസൺ. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മൾ ഇത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവരെ അറിയിക്കുക. ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നമ്മളെ പേജ് ഇൻഡെക്സ് ചെയ്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നില്ല, ഇത് നമ്മളെ വെബ്സൈറ്റിനെ SEOക്ക് അത് ബാധിക്കുന്നുണ്ട്. ടെക്നിക്കലി നമ്മൾ സോൾവ് ചെയ്യാനാണ് നമ്മളെ പിടിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ ഇത് ചെയ്യണമോ ഡെവലപ്പർ ചെയ്യണമോ എന്നുള്ളതാണ് സണ്ണിയുടെ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം ഇത് സിമ്പിൾ വർക്കാണ്, ടെക്നിക്കൽ SEO ആണിത്. പക്ഷേ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന സംഗതിയാണ്. കാര്യം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുക. ഏതാണ് നമ്മളെ പ്രിഫേർഡ് വെർഷൻ, ആ വെർഷനിൽ വെബ്സൈറ്റ് ഓപ്പൺ ആകുമെന്നൊക്കെ നോക്കിയതിന് ശേഷം റീഡയറക്ഷൻ ചെയ്യാം. ഇനി നമ്മൾ മടി കാരണം ഇത് ഞാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടെൻഷൻ കാരണം നമ്മളിത് ചെയ്യുന്നില്ല, ഇത് ഡെവലപ്പർമാർ തന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഡെവലപ്പർമാർക്ക് കൊടുത്തു വെച്ചു, ഒരു കുഴപ്പമില്ല. അവിടെ നിങ്ങളൊരു കമ്പനിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഡെവലപ്പർമാരുണ്ടാവും, അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടാവും. അടുത്തൊരു വെബ്സൈറ്റിന്റെ വർക്ക് അവിടെ വന്നു, അതും അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടാവും. നിങ്ങൾ കൈകടത്തൊന്നുമില്ല, എന്താണെന്ന് നോക്കുന്നവരും. നമ്മളെ റോളല്ല ചെയ്യേണ്ടത്. നമുക്കിത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ പറ്റുന്നില്ല, പേടിയുണ്ട്, ടെൻഷനുണ്ട് എങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക, പ്രശ്നമൊന്നുമില്ല. അടുത്ത് നടക്കാൻ പോണത്, നിങ്ങൾ ആ കമ്പനിയിൽ കുറച്ചുനാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസ് വർക്ക് കിട്ടും. അവിടെ ഈ ഇഷ്യൂ ഉണ്ട്. അവിടെ നിങ്ങൾ ഇതുവരെ ഈ ഇഷ്യൂ നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, പഴയ ഡെവലപ്പറിനെ തന്നെ വിളിച്ചു, ചേട്ടാ എനിക്ക് ഒരു വെബ്സൈറ്റിൽ കൂടി ഈ ഇഷ്യൂ സോൾവ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. തരുമോ? അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു ഫ്രീലാൻസ് വർക്കാണ്, ഇതിനകത്ത് റീഡയറക്ഷൻ ഒന്ന് സോൾവ് ചെയ്ത് തരും, അല്ല മറ്റേ അതിനകത്ത് ആഡ് ചെയ്തുപോലെ കോഡ് ആഡ് ചെയ്ത് തരും. ആഡ് ചെയ്ത് തരാം. പക്ഷെ അവർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1500 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റും. ഉറപ്പായിട്ടും ഡെവലപ്പർമാർ എന്ത് ചെയ്യും, അവർക്ക് അന്നേരം ഇത് നേരത്തെ വെബ്സൈറ്റിലൊക്കെ ചെയ്തൊക്കെ ഉള്ള പഴക്കമുള്ളതുകൊണ്ട് നമ്മളെ വെബ്സൈറ്റിനകത്ത് ചെയ്യാൻ വേണ്ടി 5 മിനിറ്റിന്റെ വർക്ക് പോലും ആണ്. പിന്നെ നമ്മളായിട്ട് നല്ല കണക്ഷനിലൊക്കെ ഉള്ള ഒരു ഡെവലപ്പറാണ് നമ്മൾ, ഇഞ്ചോട് ഇഞ്ച് ദോസ്തുക്കൾ അല്ലേ, അതിനെന്താ പറയുക, കമ്പനിക്കാർ നല്ല തോളോട് തോൾ ചേർന്ന് വർക്ക് ചെയ്യുന്ന കട്ട കമ്പനിയാണ്. നമ്മൾ സ്വന്തം എന്താ അങ്ങനെയൊക്കെ പറയില്ലേ, ഒരു ഉയരും രണ്ടോ അല്ല ഒരു ഉടലിൽ 2 ഉയരുവാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ അത്ര കണക്ഷനുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കും. പക്ഷെ ചെയ്തു തന്നിട്ട് നീ 2000 രൂപ ഗൂഗിൾ പേ ചെയ്യ്, നമുക്ക് ആകെ കൂടെ ആ വർക്കിനകത്ത് നിന്ന് കിട്ടുന്നത് 12000 രൂപയായിരിക്കും. അതൊരു മാസം ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പണി ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് ഒക്കെ ഉണ്ടാക്കിയാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും 12000 രൂപ ക്ലയന്റിന്റെ നിന്ന് ഫ്രീലാൻസ് വർക്കായിട്ട്. ഫ്രീലാൻസ് വർക്കിന്റെ കാര്യമാണോ, ഒരു 12000 രൂപ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൽ 2000 രൂപ അവന് ഒരു അരമണിക്കൂറിന്റെ വർക്കിലേക്ക് കൊടുക്കേണ്ടി വരുമല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നുന്നില്ല സണ്ണി? അവിടെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമാണ് ഉണ്ടാവുക. പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ടെക്നിക്കലി ഇത് ചെയ്യാനുള്ളൊരു ഇത് മെല്ലെ മെല്ലെ ആയാലും തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ കൈ വറയ്ക്കും, അയ്യോ ഈ കോൾ ആഡ് ചെയ്താൽ പോവോ,
ആഡ് ചെയ്താൽ പോയെങ്കിൽ അത് പോകണമെങ്കിൽ നമ്മൾ തിരിച്ച് അതിന്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ HTTP ഫയലിനകത്ത് നിങ്ങൾ ആഡ് ചെയ്ത സാധനങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ പോലും തുമ്മിയാ തെറിക്കുന്ന മൂക്കാണ് സാർ, എങ്ങനെ ഞാൻ തുമ്മും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റെഡി ആയില്ലേ. ഇനി വർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ തലവത്തിൽ നിന്ന് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെവലപ്പർമാരുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഒരു ബിരിയാണി വാങ്ങിച്ച് തരാറ് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യിക്കാം. ഇനി സണ്ണിയാണ് ഡെവലപ്പർ എന്ന് വിചാരിച്ചു. സണ്ണിയുടെ അടുത്ത് അഞ്ജനെ വിളിച്ച് ചോദിക്കുകയാണ്, സണ്ണി ചേട്ടാ എനിക്ക് ഒരു ലിങ്കടാ സണ്ണി, എനിക്കൊരു സഹായം ചെയ്യാം. അന്ന് സാറ് പഠിപ്പിച്ചില്ല URL റിസോൾവ് പണ്ടാരം, എനിക്കത് ഓർമ്മ കിട്ടണ്ട, നീ ഒന്ന് ചെയ്തു തരുമോ എന്ന് പറഞ്ഞാൽ സണ്ണി എന്ത് പറയും? പിന്നെന്താ ഇപ്പൊ ചെയ്തു തരാം, നീ സ്ക്രീൻഷോട്ട് അയക്കി ഇല്ലേ, നീ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കി, ഞാൻ അത് അടിച്ചു വെച്ചിട്ടുണ്ട്, സേവ് കൊടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് വരണം എന്ന് പറയും. എന്താ സണ്ണി ഉറപ്പായിട്ടും പറയുമല്ലോ, പറയില്ല സണ്ണി? ട്രീറ്റ് ചെയ്യാൻ പറയാം, ഒരു കുഴപ്പമില്ല. ഞാൻ അന്ന് മറ്റേ എന്താ നമ്മളെ സ്റ്റാഫ് ഇത് ചെയ്ത ആ കടയുടെ പേരെന്താണ്, സ്റ്റാഫ് പോയി ട്രീറ്റ് കൊടുത്ത, നിങ്ങള് ടീം ലഞ്ച് കൊടുത്ത, നമുക്ക് അവിടെ വെച്ചൊരു ലഞ്ച് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ അതിനു മേലെ വലിയ കടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ട്രീറ്റ് നടത്തിയാൽ മതി. ഒന്ന് ഹയാത്തിൽ പോയി ഒരു ലസാനിയ വാങ്ങിച്ചു കൊടുത്താൽ മതി. അതിലൊന്നും പോയില്ല. ഓക്കെ, തിരിച്ചു വരാം. അപ്പൊ നമ്മള് ഇത് സോൾവ് ചെയ്യണത് നമ്മൾ ചെയ്യണോ ഡെവലപ്പർമാർ ചെയ്യണമോ കൊണ്ട് ചെയ്യിക്കണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് കൃത്യമായിട്ടുള്ള മറുപടിയാണ്. ഇനി ഇതിനകത്ത് വരുന്ന ചില കൺഫ്യൂഷൻസ്, അതും അറിവുണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യത്തോടെ ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് ഒരു ചെറിയ അറിവ് മാത്രം കൊണ്ട്, ഒരു ഊഹം കൊണ്ട് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചിലരുടെ കാര്യമല്ല, നമ്മൾ ചിലപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ വലിയ കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഏരിയ, നമ്മളെ വെബ്സൈറ്റ് WW വേർഷൻ എടുക്കണോ നോൺ WW വേർഷൻ എടുക്കണോ എന്നൊരു ഡൗട്ട്. മുതലാളി ചോദിച്ചപ്പോൾ മുതലാളി പറഞ്ഞു നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ, ഏതാണ് നല്ലത് അത് ചെയ്തോളാൻ തന്നെ മുതലാളി പറയുള്ളൂ. ഏതാണ് നമുക്ക് മെച്ചം കൊണ്ടുവരുന്നത് അത് ചെയ്തോളാൻ പറയും. ഒരു ഐഡിയ ഇല്ല. അവിടെ എനിക്ക് പറയാനുള്ളത്, ഒരു പ്രിഫേർഡ് വെർഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡൊമൈൻസിന്റെ നെയിം ഷോർട്ട് ഡൊമൈൻസ് ആണെന്ന് വെച്ചോ, സണ്ണി WW ചേർത്ത് കൊടുക്കാം, ഒരു ഇഷ്യൂ ഇല്ല. നീളം കൂടിയ ഡൊമൈൻ, ഉദാഹരണത്തിന് സണ്ണി SEOanalyst.com, അവിടെ WW കൊടുക്കരുത്. റിപ്പീറ്റ് ചെയ്ത് പറയാം, നിങ്ങൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിന്റെ ഡൊമൈൻ നെയിം ഷോർട്ട് ഡൊമൈൻ ആണെങ്കിൽ www.sunny.com ആ WW വെർഷൻ ഉപയോഗിക്കുന്നതും, എന്നാൽ നീളം കൂടിയ 2 വാക്കുകളോ 3 വാക്കുകളോ ഒക്കെ ഉള്ള ഡൊമൈനാണ് നമ്മളത്, അവിടെ WW വെർഷൻ ഉപയോഗിക്കാതെ നോൺ WW വെർഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ നമ്മൾ നീളം കൂടിയ ഡൊമൈൻ ആയിരിക്കുമ്പോൾ നോൺ WW വെർഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ലഗിനകത്ത് നിങ്ങളെ കീവേഡിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. 90 ക്യാരക്ടേഴ്സ് ആണ് സ്ലഗിന്റെ ക്യാരക്ടർ കപ്പാസിറ്റി. അവിടെ നമ്മൾ സണ്ണി SEOanalyst.com എന്നാണ് നിങ്ങളുടെ ഡൊമൈൻ എങ്കിൽ, അല്ലെങ്കിൽ സണ്ണി SEO.com, കുറച്ച് നീളം ഉണ്ടല്ലോ, സണ്ണി ഒറ്റ വാക്കാണെങ്കിൽ www.sunny.com, സണ്ണി SEO.com ആണെങ്കിൽ അവിടെ പ്രിഫറബിളി നിങ്ങൾ WW ഇല്ലാത്ത വെർഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് URL-നകത്ത് എന്തുകൂടെ എഴുതാം, ഒരു 2-3 ക്യാരക്ടേഴ്സും കൂടെ എക്സ്ട്രാ നിങ്ങളെ കീവേഡ് വരുന്ന രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറ്റും. സ്ലഗ് ഡിസ്ക്രിപ്റ്റീവ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലായോ? ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു സിറ്റുവേഷൻ, നിങ്ങളെ വെബ്സൈറ്റ് കുറച്ച് നാൾ പഴക്കമുള്ള വെബ്സൈറ്റ് ആണ്. പഴക്കമുള്ളത് SEOയ്ക്കകത്ത് പല ട്രസ്റ്റും കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ. അവിടെ sunny.com എന്നുള്ള വെബ്സൈറ്റ് ഒരു 5 വർഷമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിന്റെ റീഡയറക്ഷൻ ആണ് സണ്ണി ചെയ്യാൻ പോണത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 URL വേർഷന്റെയും പേജ് അതോറിറ്റി ചെക്ക് ചെയ്യുക. www.sunny.comന്റെ URLന്റെ പേജ് അതോറിറ്റിയും ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ വെർഷൻ www.ഉം www ഇല്ലാത്ത sunny.comന്റെയും 2 URLസിന്റെയും പേജ് അതോറിറ്റി സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഇതിൽ നോൺ WW വേർഷന് പേജ് അതോറിറ്റി കൂടുതലാണ്, 100-ൽ 25 മാർക്കുണ്ട്. പക്ഷെ WW വേർഷന് 15 ഉള്ളൂ. അവിടെ ഞാൻ പറയും പേജ് അതോറിറ്റി കൂടിയ വേർഷനിലേക്ക് മറ്റേ വേർഷനെ റീഡയറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. പോയിന്റ് മനസ്സിലായോ? നമ്മളൊരു വെബ്സൈറ്റിന്റെ WW റിസോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ WW വേർഷന് കുറച്ച് പഴക്കമുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ അതിന്റെ WW വേർഷന്റെയും നോൺ WW വേർഷന്റെയും പേജ് അതോറിറ്റി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്.
പേജ് അതോറിറ്റി ചെക്ക് ചെയ്തിട്ട് അതിൽ ഏത് വെർഷനാണോ പേജ് അതോറിറ്റി തൽക്കാലം കൂടി നിൽക്കുന്നത്, കൂടുതലായിട്ട് കാണിക്കുന്നത്, പ്രോബബ്ലി അവിടെ 2 വെർഷൻ 2 പേജ് അതോറിറ്റി ആയിരിക്കും. രണ്ടും 2 URL അല്ലേ. അതെങ്ങനെയാണ് നോക്കുക? ഏത് പേജിലേക്കാണ് കൂടുതൽ ലിങ്ക് വന്നേക്കുന്നത് അതിനായിരിക്കും പേജ് അതോറിറ്റി കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ www ഇല്ലാതെ non-www.sunny.com പേജ് അതോറിറ്റി 100ൽ 25 മാർക്കുണ്ട്. മറ്റേത് 10 12 അല്ലെങ്കിൽ 15 ഉള്ളൂ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? 15 വെർഷനിലുള്ള URL-നെ കൂടുതൽ 25 വെർഷനുള്ള URL-ലേക്ക് റീഡയറക്ട് ചെയ്യണം. അവിടെ www വെർഷൻ ചൂസ് ചെയ്യുന്നതിനേക്കാളും non-www വെർഷൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടുകൾ പേജ് അതോറിറ്റി വൈസ് ഒരു കോമ്പറ്റീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ കോമ്പറ്റീറ്ററിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പേജ് അതോറിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ റാങ്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കീവേഡിന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി, എന്നിട്ട് 2 കോമ്പറ്റീറ്ററിനെ കണ്ടെത്തി. അവർക്കൊക്കെ ഒരു 30 പേജ് അതോറിറ്റിയാണുള്ളത്. നിങ്ങളുടെ www ഇല്ലാത്ത വെർഷൻ എത്രയുണ്ട്? 25 ഉണ്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ട് www വെർഷനെ non-www റീഡയറക്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 എന്നുള്ളത് ചിലപ്പോൾ ഒരു 28 30 ഒക്കെ ആകാൻ കുറച്ചുകൂടി സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ടൊക്കെ മറ്റേ കോമ്പറ്റീറ്ററിനെ പിന്തള്ളി റാങ്കിങ്ങിൽ ബെറ്റർ ആയിട്ട് വരാൻ പറ്റും. കിട്ടുന്നുണ്ടോ? അപ്പോൾ ആ രീതിയും കൂടെ മനസ്സിൽ വെച്ചേക്കുക. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. URL എന്താണെന്ന് പഠിച്ചു, എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനകത്ത് കോഡൊക്കെ കസ്റ്റമൈസ് ചെയ്ത് സോൾവ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ അത് ആഡ് ചെയ്യുന്ന കോഡ് എവിടെയാണെന്ന് പറഞ്ഞു. HTSS ഫയലിനകത്താണ്. HTSS ഫയൽ എടുക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞു. .HTSS ഫയലിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫയലാണ്, സെൻസിറ്റീവ് ഫയലാണ്, ഹിഡൻ ഫയലാണ്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് അവിടെ ഈ സംഗതികൾ വർക്ക് ആവുന്നതെന്ന് പറഞ്ഞു. പിന്നെ www വെർഷൻ എടുക്കണോ non-www വെർഷൻ എടുക്കണോ എങ്ങനെ തീരുമാനിക്കും എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. നീളം കൂടിയ ഡൊമൈൻ ആണെങ്കിൽ non-www, ഷോർട്ട് ഡൊമൈൻസ് ആണെങ്കിൽ www വെർഷൻ എടുക്കണതാണ് നല്ലതെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ 2 വെർഷനുകളും തമ്മിൽ ഏത് വെർഷൻ പ്രിഫേർഡ് വെർഷനായിട്ട് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ 2 വെർഷൻ്റെയും പേജ് അതോറിറ്റി എടുത്തിട്ട് നോക്കിയതിന് ശേഷം ബെറ്റർ പേജ് അതോറിറ്റി ഉള്ള വെർഷനിലേക്ക് മറ്റേ വെർഷനെ റീഡയറക്ട് ചെയ്യുന്നതാണ് നല്ലത്, കുറച്ചുകൂടെ അഡ്വൈസബിൾ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഇൻഡെക്സിങ് എന്നുള്ള ഏരിയക്കകത്ത് നിന്ന് നേരെ അടുത്ത വെർഷനിലേക്ക്, അടുത്ത സംഗതിയിലേക്ക് പോകും കേട്ടോ. ഇൻഡെക്സിങ്ങിനകത്ത് നമ്മൾ ഇൻഡെക്സിങ്ങിനകത്താണ് നമ്മൾ നിന്നത്. ഇൻഡെക്സിനകത്ത് www റിസോൾവ് എന്നുള്ള ഒരു ചെറിയ സംഗതിയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യണതിനെ പറ്റി പറഞ്ഞു അല്ലേ. തൊട്ട് താഴെ robots.txt എന്നുള്ള സംഗതിയെ പറ്റിയാണ് അടുത്ത പോയിന്റ് കാണിക്കുന്നത്. അവിടെ പച്ച മാർക്കാനുള്ളത്. വി ഫൗണ്ട് യുവർ robots.txt ഫയൽ ഹിയർ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇതിനകത്ത് robot.txt ഫയൽ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്, പച്ച മാർക്കാണ്. ദി റിവ്യൂഡ് പേജ് ഈസ് അലൗഡ് ഇല്ല, ഇപ്പം റിവ്യൂ ചെയ്ത ഹോം പേജ് ഇതിനകത്ത് അലൗഡ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ സെർച്ച് എഞ്ചിൻസ് ആർ ഏബിൾ ടു ഫൈൻഡ് ഇറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് robots.txt ഫയൽ? താൻ ഇന്നലത്തെ ഇമ്പോസ് ചെയ്തിയ എന്താണ് robots.txt ഫയൽ? ആ ആ നിജോ 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 കേൾക്കുന്നുണ്ടോ? നിജോ പോയാ? ഹലോ ഹലോ, നിജോ, ക്വസ്റ്റ്യൻ. വോയിസ് ബ്രേക്ക് ആണ് സർ. വോയിസ് ബ്രേക്ക് വരും. ക്വസ്റ്റ്യൻ പറഞ്ഞു. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ robots.txt? നമ്മൾ നെറ്റ് ടാഗിൽ കീവേഡ്സ് കണ്ടന്റ് കൊടുത്ത് നമ്മൾ കൊടുക്കില്ല സാർ. മറ്റേ ടാഗിന്റെ നെയിം കഴിഞ്ഞ് കൊടുത്ത് ഇൻവെർട്ടർ കോമയിൽ കൊടുക്കുന്നതാണ്. വരാത്ത നന്നായി. എന്ത് എടേ, മെറ്റാ ടാഗിനകത്ത് കൊടുക്കുന്നത് robots.meta ടാഗ് ആണ്. റോബോട്ട്സ് മെറ്റാ ടാഗ്, മെറ്റാ നെയിം ഈസ് ഈക്വൽ റോബോട്ട്സ്. ഞാൻ ചോദിച്ചത് robots.txt എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത്. robots.txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജന പറഞ്ഞ ആൻസർ robots.txt എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രേഷ്മ എന്നുള്ള കൊച്ചു വന്നില്ലേ? robots.txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ട്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണ്.
നമ്മളെ വെബ് പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ട്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഫയലാണ് റോബോട്ട്സ് TXT ഫയൽ. അതിനകത്ത് യൂസർ ഹൈഫൺ ഏജന്റ് കോളൻ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ലൈൻ ഉണ്ടാക്കും. അത് എല്ലാ ബോട്ട്സിനെയും അഡ്രസ്സ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റിനകത്ത് അലൗഡ് ആയിരിക്കുന്നതോ ഡിസലൗഡ് ആയിരിക്കുന്നതോ കാര്യങ്ങളെ നമുക്ക് പറയാം. സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും പോർഷൻ ഡിസലൗഡ് ആണെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് അവിടെ എഴുതി, അല്ലേ? നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഏതൊക്കെ പോർഷനകത്തേക്ക് ഗൂഗിൾ ബോട്ട്സോ അല്ലെങ്കിൽ വെബ് ക്രോളേഴ്സോ കടക്കണ്ട എന്നുള്ള നിർദ്ദേശം നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു ഫയലാണ് robots.txt ഫയൽ. ഇവിടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പേജിന് അലൗഡ് ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, നിജോ ആണ് പറഞ്ഞു തെറ്റിച്ചത്. നിജോ മെറ്റാ ടാഗാണ് പറഞ്ഞത്. റോബോട്ട്സ് മെറ്റാ ടാഗ് എന്ന് പറയുമ്പോഴും റോബോട്ട്സ് TXT ഫയൽ എന്നുള്ളതും വ്യത്യാസമുണ്ട്. ഒരു പേജിനകത്ത് കൊടുക്കുന്ന നിർദ്ദേശമാണ് നമുക്ക് മെറ്റാ ടാഗ് വഴി കൊടുക്കാൻ പറ്റുക. അല്ല ഉദാഹരണത്തിന് ഞാൻ സാർ നമ്മൾ ചെയ്തിരുന്നത് മെറ്റാ ടാഗ് നമ്മൾ എഴുതുമ്പോ അതില് ഇൻവെർട്ടർ കോമല് കൊടുത്തിരുന്നേ, ആ ഒരു ഓർമ്മയുള്ളൂ. ആ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേർഡ്പ്രസിന്റെ വെരിഫിക്കേഷന് തൊട്ട് മുമ്പേ വേർഡ്പ്രസ് ബ്ലോഗുകൾ ക്രോളബിൾ ആക്കിയ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോഴത്തേക്കാണ് ഇത് പഠിപ്പിച്ചത്, റോബോട്ട്സ് TXT ഫയലിനെ പറ്റി. അതായത് വേർഡ്പ്രസിന്റെ ഡിഫോൾട്ട് വേർഷനകത്ത് ക്രോളബിൾ ആയിരിക്കത്തില്ല. അവിടെ നമ്മൾ റോബോട്ട് TXT ഫയൽ എടുത്ത് ഓപ്പൺ ആക്കി അവിടെ ഡിസലോ ചെയ്തിരിക്കുന്നതൊക്കെ കാണിച്ചു തന്നു. എന്നിട്ട് നമ്മളതിനെ അലൗഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ ഫയൽ മാറുന്നത് കാണിച്ചു തന്നു. അന്നേരം ഞാൻ robots.txt പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. നിങ്ങൾ അതിനെ റോബോട്ട്സ് മെറ്റാ ടാഗുമായിട്ട് മിക്സ് ചെയ്യരുത്. റോബോട്ട്സ് മെറ്റാ ടാഗ് ഇതേ ഫംഗ്ഷൻ തന്നെ ചെയ്യുന്ന ഒരു മെറ്റാ ടാഗാണ്. അതിൻ്റെ പ്രത്യേകത അത് ഓരോ പേജിനകത്ത് ആഡ് ചെയ്യാനുള്ള മെറ്റാ ടാഗാണ്. ഇപ്പോൾ sunny.com-നകത്ത് പ്രൈവസി പോളിസി എന്നൊരു പേജുണ്ട്. അത് മാത്രം ഗൂഗിൾ ക്രോൾ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ സണ്ണിക്കകത്ത് എന്ത് ചെയ്യാം? സണ്ണി ആ വെബ്സൈറ്റിൻ്റെ പ്രൈവസി പോളിസി പേജിനകത്ത് പോയി ഹെഡ് സെഷനകത്ത് ഒരു മെറ്റാ ടാഗായിട്ട് അത് ആഡ് ചെയ്യാം. മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ്, കണ്ടന്റ് ഈസ് ഈക്വൽ ടു നോ ഇൻഡെക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജിൻ്റെ പരിസരത്ത് പോലും ഗൂഗിൾ വരത്തില്ല, ഇല്ലേ? എന്നാൽ നമ്മളെ വെബ്സൈറ്റിനകത്ത് ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ അഡ്മിൻ ഫോൾഡർ, sunny.com-നകത്ത് അഡ്മിൻ എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഫയൽസ് ഉണ്ട്. അതൊന്നും ഗൂഗിൾ ക്രോൾ ചെയ്യേണ്ട. അവിടെ റോബോട്ട്സ് മെറ്റാ ടാഗ് ഇടാൻ പറ്റുമോ? മെറ്റാ ടാഗ് ഇടണമെങ്കിൽ ആ ഫോൾഡറിനകത്തുള്ള എല്ലാ ഫയൽസിനകത്തും പോയി ചെയ്യണം. എന്നാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഈ അഡ്മിൻ എന്നുള്ള ഫോൾഡറിനകത്ത് ഫയൽസ് HTML ഫയൽസ് മാത്രമല്ല ഇമേജ് ഒക്കെ ഉണ്ട്. അത് ഗൂഗിൾ ക്രോൾ ചെയ്യൂലേ? അങ്ങനെ ക്രോൾ ചെയ്യാതെ ആ ഫോൾഡർ മൊത്തത്തിൽ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തേ ചെയ്തേ പറ്റൂ? robots.txt ഫയൽ എടുത്തിട്ട് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഡിസലൗഡ് :admin എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിൻ എന്നുള്ള ഫോൾഡറിനകത്ത് കടക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല എന്നുള്ള നിർദ്ദേശം പാലിച്ചോളും. വീണ്ടും എടുത്ത് കാണിക്കണോ? ഇവിടെ നമ്മളെ robots.txt ഫയലിന്റെ ലിങ്ക് കാണിക്കുന്നിടത്ത് നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കാം. കണ്ടോ, യൂസർ ഹൈഫൺ ഏജന്റ് കോളൻ സ്റ്റാർ. ഇങ്ങനെ ഫസ്റ്റ് ലൈനിൽ എല്ലാ ബോർഡ്സിനെയും അഡ്രസ് ചെയ്യുന്ന ഒരു ലൈൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഡിസലോഡ് കണ്ടോ, ഇവിടെ WP അഡ്മിൻ എന്നുള്ള ഫോൾഡറിനെ മൊത്തം ഡിസലോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ajax.php എന്നൊരു ഫയലുണ്ട്, അതിനെ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇതിനകത്ത് നമുക്ക് സൈറ്റ് മാപ്പ് എഴുതി കൊടുക്കാം, ഇല്ലേ? നമ്മളെ വെബ്സൈറ്റിന്റെ സൈറ്റ് മാപ്പ് കോളൻ സ്പേസ് കൊടുത്തിട്ട് നമ്മളെ വെബ്സൈറ്റിന്റെ സൈറ്റ് മാപ്പിന്റെ URL അവിടെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സൈറ്റ് മാപ്പിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി അതിനകത്ത് ഏതെങ്കിലും പേജുകൾക്ക് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, ചേഞ്ച് വന്നിട്ടുണ്ടോ, മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, ചേഞ്ച് ഫ്രീക്വൻസി എത്രയാണ്, പ്രയോറിറ്റി എത്രയാണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഓക്കെ, അപ്പം നമുക്കിന്ന് നമുക്ക് ഇനി ഈ robots.txt കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഞാനേ 1 മണി എന്നുള്ള സമയം കണ്ടപ്പോൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോയി. അപ്പം നിജോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെയാണ് പഠിച്ചത് കേട്ടോ. സ്ക്രീൻ കാണാമോ എനിക്ക്? സ്ക്രീൻ കാണാം സാർ. ഞാനിപ്പം പറയുന്ന robots.txt വരെയാണ് നമ്മൾ പഠിച്ചത്. നാളെ XML സൈറ്റ് മാപ്പ് വഴിയും അതിൻ്റെ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ പൊട്ടി ഇനി നാളെ അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് ശരിക്കും കുറച്ച് പോർഷനേ പഠിച്ചുള്ളൂ. പക്ഷെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത്രയും വിശദീകരിച്ച സമയം, പക്ഷെ അത്രയും സമയത്തിന് അത് പഠിപ്പിക്കാനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ ഡൗട്ട് വരിക. ഇപ്പം നമ്മളിതെല്ലാം പഠിപ്പിച്ച് നിങ്ങൾ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് പഠിപ്പിച്ചെന്നുള്ള ഒരു ബോധം എനിക്കുണ്ടെങ്കിലും നിങ്ങളതെല്ലാം ഒറ്റയടിക്ക് പ്രാവർത്തികമാക്കുമെന്നും ഫോളോ ചെയ്യുമെന്നുള്ള യാതൊരു വിശ്വാസം എനിക്കില്ല. പക്ഷെ നിങ്ങൾ ഗ്രാജുവലി പ്രാക്ടീസ് വരുമ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ഉൾക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാനും അത് റെഡിയാക്കാനും ഇത് ചെയ്യണം. തുടക്കത്തിലൊക്കെ വേണമെങ്കിൽ ഡെവലപ്പർമാരെ കൊണ്ട് ചെയ്യിക്കാം. മടിച്ച് പിന്നെ ആ വർക്കേ നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. 2000-3000 രൂപ ഡെവലപ്പർ ചോദിക്കണം, നിങ്ങൾ കൊടുത്താൽ മതി, ഇല്ലേ? കൊടുത്തതുപോലെ തന്നെ. ഓക്കെ, അപ്പം നിജോ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കി ശേഷം ക്ലാസ് ചെയ്യാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നത്,
അതുകൊണ്ട് 1 മണി എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് പെട്ടെന്ന് വന്നു. ബൈ ബൈ. Yeah. ഓക്കെ.